ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. കുഴപ്പമില്ല. എന്നാലും ഇത്രയും പേര് പറയുമ്പോൾ അത്രയും മുമ്പേ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇത്രയും ശബ്ദമല്ല. ഒന്നുകൂടെ ഒന്ന് ശബ്ദമുയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുള്ളവരാ. വായിക്കുന്ന മാന്യ സഹോദരി പേര് പേബ, ഒന്നുകൂടെ വായിച്ചു. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു. അവർക്ക് തിന്നുവാൻ നീ വന്നിടും എന്റെ മണവാള, നിന്നെ കണ്ടു ഞാൻ എന്റെ ആശ തീർക്കുവാൻ, ഞാൻ എന്റെ ആശ തീർക്കുവാൻ എന്നും നീ വന്നിടോ എന്റെ മണവാള, നിന്നെ കണ്ടു ഞാൻ എന്റെ ആശ തീർക്കുവാൻ, ഞാൻ എന്റെ ആശ തീർക്കുവാൻ. മന്ന ജയ ജയ മന്ന ജയ ജയ മാനുവേലേ മകേശ മഹാരാജനേ, മകേശ മഹാരാജനേ. മന്ന ജയ ജയ മന്ന ജയ ജയ മാനുവേലേ മകേശ മഹാരാജനേ, മകേശ. നമ്മുടെ കരം ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 31-ാമത്തെ തിരുവെടുത്താണ് ഇവിടെ വായിച്ച് കേട്ടത്. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു. ഇന്ന് രാത്രി മന്നയെ പറ്റി 1-2 കാര്യങ്ങൾ ചിന്തിക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. സത്യവേദ പുസ്തകത്തിലെ 66 പുസ്തകത്തിലെ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ നമുക്കറിയാം ആദ്യത്തെ 4 പുസ്തകം സുവിശേഷ പുസ്തകങ്ങളാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്. യോഹന്നാൻ, ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നവർ അധ്യായമാണ്. ഇങ്ങനെയുള്ളതായ 4 പുസ്തകമാണ് ആരംഭത്തിൽ, പുതിയ നിയമത്തിലെ ആരംഭത്തിലെ 4 പുസ്തകം സുവിശേഷ പുസ്തകം. എന്താണ് സുവിശേഷം? പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട്. സുവിശേഷം മതം മാറ്റമല്ല, സഭ മാറുന്നതല്ല, സംഘടന മാറി പോകുന്നതല്ല, മറ്റുള്ളവരുടെ സ്വൈര്യം കെടുത്തുന്ന മാർഗമല്ല, ജാതി സ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന മാർഗമല്ല, മനുഷ്യനെ അന്യോന്യം ശത്രുതാ മനോഭാവത്തിൽ കൊണ്ടുവന്നെത്തിക്കുന്ന മാർഗമല്ല. പിന്നെന്തുവാണ് സുവിശേഷം? ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം അറിയാത്തവരുടെ അറിവിനായി പറയുന്ന സുവിശേഷം ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നസ്രായനാകുന്ന യേശു ക്രിസ്തു. ഒരു വാക്യം വായിക്കാം, അറിവുള്ള വാക്യമാ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. ഇതെല്ലാം അറിവുള്ള വാക്യമാവുന്നോടൊന്ന് വായിച്ചു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അതാണ് സുവിശേഷം.
അപ്പോൾ എന്താണ് സുവിശേഷം? നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ ഇതാ അതിന്റെ ആൻസർ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് നിർത്തിയില്ല, ഉയർത്തെഴുന്നേറ്റു. ഇവിടെ വന്ന പല ആൾക്കാരും ജനിച്ച് മരിച്ചിട്ട് പിന്നെ തീർന്നു, അതോടെ തീർന്നു. ചില പുസ്തകത്തിലും ചില മാസികകളിലും ഒക്കെ ഇങ്ങനെ ജനിച്ച് മരിച്ചു ശുഭം. അവർക്കാന്നോ വീട്ടുകാർക്കാന്നോ നാട്ടുകാർക്കാന്നോ, ചിലര് പോകുന്നത് നാട്ടുകാർക്ക് ശുഭമാണ്, ഇന്ന് സ്വൈര്യം കെടുത്തുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവര് മരിക്കുന്നത് ശുഭം. കണ്ടമാനം പിള്ളേരെയും ഭാര്യയും കുടിച്ചു വന്ന് ഉപദ്രവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരും ചിലര് പോകുന്നത് അവർക്ക് ശുഭമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തെ പറ്റി പറഞ്ഞു നിർത്തുകയല്ല. ഒന്നുകൂടെ വാക്യം വായിച്ചാട്ട് പേര് വായിച്ചാട്ട്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന, മരിച്ചിട്ട് നിർത്തുകയല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അതാ സുവിശേഷം. യേശുക്രിസ്തുവിന്റെ ജനനം, മരണം, അടക്കം തീർന്നില്ല, ഉയർപ്പ്, ഇതാണ് സുവിശേഷം. ഒറ്റവാക്കി പറഞ്ഞാൽ സുവിശേഷം യേശുക്രിസ്തു. അല്പം കൂടെ വിശദീകരിച്ചാൽ യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ അടക്കം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, ഇതാണ് സുവിശേഷം. അത് പൗലോസ് അല്പം കൂടെ തെളിയിച്ചിട്ടുണ്ട്. അറിവുള്ള വാക്യം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3 മുതൽ ഒന്ന് വായിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3 മുതൽ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ഇതാ സുവിശേഷം. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ അടക്കം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, ഇതാണ് സുവിശേഷം. സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, നല്ല വാർത്ത എന്നാണ്. ഇതാ നല്ല വാർത്ത. നമ്മൾ ഈ കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര നല്ലതല്ല. ചിലർക്ക് ചില വാർത്ത നല്ലതാണ്, പക്ഷെ ചിലർക്ക് ആ വാർത്തയൊന്നും നല്ലതല്ല. തന്നെയല്ല ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും തിരിച്ചു മറിച്ചും വർത്താനം പറയുന്നവരുമാണ്, ഇല്ലയോ? കണ്ടും കേട്ടും ഇരിക്കുക, തിരിച്ചു മറിച്ചും. ഈ മാസം പറയുന്നതല്ല അടുത്ത മാസം പറയുന്നത്. അപ്പൊ ഈ ചാനലുകാരാണ് ഇത് ഉടനെ എടുത്ത് പണ്ട് പറഞ്ഞത് ഇപ്പോഴും പറഞ്ഞതെല്ലാം എടുത്ത്, നിങ്ങൾക്കൊന്നും പിടി കിട്ടുന്നില്ല. അപ്പൊ ഇത് പണ്ട് പറഞ്ഞത് ഇപ്പൊ എടുത്തിടുമ്പം അവർക്കത് നല്ല വാർത്തയല്ല, ചാനലുകാർക്ക് നല്ല വാർത്തയാണ്. എന്തുവാ ഇംഗ്ലീഷ് പറയുന്നത്? റിച്ച് കൂട് വന്നു. എനിക്ക് ഇംഗ്ലീഷ് വശമില്ല. റിച്ചോ എന്തുവാ റീച്ച്? ആംഗലേയ വശമില്ല. പറയണമെന്ന് ആഗ്രഹമുണ്ട്, ഒക്കുന്നില്ല. അവര് നോക്കിയിരിക്കുന്നു, എങ്ങനെയാലും തെറ്റട്ടെന്നോർത്താണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇപ്പോൾ കേൾക്കുന്ന വാർത്തകളെല്ലാം നല്ല വാർത്തയല്ല. ആണോ? അല്ല. നമ്മുടെ വിഷയമല്ലെങ്കിലും പത്രത്തിൽ വന്നതിനനുസരിച്ച് പറയുക, ശബരിമലയിലെ സ്വർണമെല്ലാം അടിച്ചു മാറ്റി, ഇല്ലേ? നല്ല വാർത്തയാണോ? ഞാൻ ശബരിമല എന്ന് പറഞ്ഞു പോയില്ല. അതാ ഹൈന്ദവ സ്നേഹിതന്മാർക്ക്, ക്ഷേത്രത്തോടും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ആ വിധത്തിൽ ഭക്തിയുള്ളവർക്ക് അത് നല്ല വാർത്തയല്ല. അടിച്ചു മാറ്റിയവർക്ക് നല്ല വാർത്ത മാത്രമല്ല, നല്ല കോള. നിങ്ങളിപ്പോ ചിന്തിക്കുക, അമ്പലത്തിലെ കാര്യം പള്ളിയിൽ നിന്നും അടിച്ചു മാറ്റുന്നവരുണ്ട്, കൊള്ളാം. അത് പിന്നെ വരാത്തത് കൊണ്ട് പണ്ടൊരുത്ത സ്വോത്ര കാഴ്ച അടിച്ചു മാറ്റി. അപ്പം അവനെ ഒടുവിൽ പിടികൂടിയപ്പോൾ പറഞ്ഞൂടെ, സൈമ സ്വർഗത്തിൽ ചെല്ലുമ്പോ കർത്താവ് നിന്നെ പിടിക്കുമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, സ്വർഗത്തിൽ ചെന്നിട്ട് വേണ്ട, അവിടെ ചെന്നിട്ടല്ലേ പിടിക്കുന്നേ.
ദിവസം പേപ്പറിൽ കണ്ടല്ലോ, ദൈവത്തിൻ്റെത് മോഷ്ടിച്ചെന്ന നിയമജ്ഞന്മാര് പറഞ്ഞേ. അങ്ങനെ പേപ്പറിൽ കണ്ടു. ഞാൻ വായിച്ചു ദൈവത്തിൻ്റെത്. അപ്പം ദൈവത്തിൻ്റെത് വരെ അടിച്ചു മാറ്റുന്ന ആൾക്കാരാ. അപ്പൊ ഇതൊന്നും നല്ല വാർത്തകളല്ല. ഈ ലോകത്തിൽ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ നമുക്ക് കുളിർമയുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന വാർത്തയല്ല. ഭാര്യയെ വെട്ടിക്കൊന്നു, നല്ല വാർത്തയാണോ? അല്ല. പാമ്പിനെ വിട്ട് കൊത്തിച്ച് പാമ്പ് കടിച്ച് അതിനുള്ള വാർത്ത വന്നതല്ലേ? നല്ല വാർത്തയല്ല. കാമുകനുമായിട്ട് ചേർന്ന് ഭർത്താവിനെ വെട്ടിക്കൊന്നു, പ്ലാസ്റ്റിക് കൂടിനകത്താക്കി, ഒരാള് ഫ്രിഡ്ജിനകത്ത് വെച്ചു, അത് നല്ല വാർത്തയല്ല. നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളെ കിണറ്റിലിട്ടേച്ച് അമ്മയും കിണറ്റിൽ ചാടി, നല്ല വാർത്തയല്ല. അപ്പോൾ തന്നെ നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചേച്ച് പരപുരുഷന്റെ കൂടെ സ്വന്തം താല്പര്യവും സുഖവും അന്വേഷിച്ച് പോയ സ്ത്രീകളുമുണ്ട്. ഭാര്യയും ജനിപ്പിച്ച പിള്ളേരും ഉപേക്ഷിച്ച് പരസ്ത്രീയുടെ കൂടെ പോയ പുരുഷന്മാരുമുണ്ട്. ഇതൊന്നും നല്ല വാർത്തയല്ല. 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച അമ്മയെ അനാഥശാലയെ കൊണ്ടുവിട്ട വാർത്ത നല്ലതല്ല. വിട്ടവർക്ക് നല്ലതായിരിക്കും. ഇന്നത്തെ കാലമല്ല, പണ്ട് കാലത്ത് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിഴക്കൻ നാട്ടിലാന്ന് തൂമ്പ എടുത്ത് കിളച്ച് പിള്ളേരെ വളർത്തി, പടിഞ്ഞാറ് ഞങ്ങളുടെ നാട്ടിലാന്ന് കുട്ടനാട്ടിൽ കൃഷിപ്പണികളാ, അങ്ങനെയൊക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് വളർത്തിയ അപ്പൻ അങ്ങനെയുള്ള മാതാവിനെയും പിതാവിനെയും വഴിയിൽ ഉപേക്ഷിക്കുക, പൊതുസ്ഥലത്ത് കൊണ്ടിറക്കി വിടുക, അനാഥശാലയിൽ കൊണ്ടുവിടുക, പിന്നെ തിരിഞ്ഞു നോക്കാതിരിക്കുക, ഇതൊന്നും നല്ല വാർത്തയല്ല. ഞാൻ 1-2 കാര്യങ്ങൾ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഇവിടെ കേൾക്കുന്ന വാർത്തകളൊന്നും നല്ല വാർത്തയല്ല. ഈ വാർത്തകളെല്ലാം നമ്മുടെ ചെവിക്ക് ആനന്ദമുണ്ടാക്കുന്ന വാർത്തയല്ല. പണ്ട് ഉണ്ണായി വാര്യര് നളചരിതത്തിലെ ഒരു പ്രയോഗം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സ്കൂളിൽ പണ്ട് പഠിച്ചത് ഓർമ്മ വരുന്നു. ചലതല ജങ്കാരം, ചെവികളിൽ അങ്കാരം, ഗോകുല കൂജിതങ്ങൾ, കൊടിയ കർണശൂലങ്ങൾ, കുസുമസൗരവൻ നാസ കുകരസര സൈരിവം, അതിദുഃഖ കാരണം ഇന്ന് ആരാമ സഞ്ചാരണമെന്ന്. അപ്പൊ ഈ പൂന്തോട്ടത്തിൽ കൂടെ ദമയന്തി തോഴിമാരുമായിട്ട് പോകുമ്പോൾ അരയന്നം വന്നു കത്തുമൊക്കെ ആയിട്ട്. അപ്പൊ ഇവർക്ക് സംസാരിക്കുക എടുക്കുകയും ചെയ്യണം. അതിന് അസ്വസ്ഥതയാണെന്ന് പറയാം. ചലതല ജങ്കാരം, ചെവികളിൽ അങ്കാരം, കോകില കൂജിതങ്ങൾ, കൊടിയ കർണശൂലങ്ങൾ. ഈ കുയിലിന്റെയും പക്ഷികളുടെയൊക്കെ നാദം ചെവിക്കകത്തോട്ട് ശൂലം കുത്തി ഇറക്കുന്നത് പോലെ കൊടിയ കർണശൂലങ്ങൾ. മാത്രമാണോ കുസുമസൗരഭം, നാസാകുകരസന സൈരിവം. അപ്പൊ ഈ പക്ഷികളുടെ ഈ ശബ്ദവും ഈ പൂക്കളുടെ മണവും ഇതെല്ലാം അരോചകത്വം, അസ്വസ്ഥത ഉണ്ടാക്കുക. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മാറാന്നൊക്കെ പറഞ്ഞ ഭാഗമൊക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ട്, നിങ്ങളും പഠിച്ചതാണ്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ ചെവിക്കകത്ത് ശൂലം കുത്തി തുളയ്ക്കുന്നത് പോലെ നമ്മളെ അസ്വൈര്യതയുണ്ടാക്കുമ്പോൾ, മനോദുഃഖം വരുത്തുമ്പോൾ, അവൻ മനോവേദന വരുത്തുമ്പോൾ, ഭീതി വരുത്തുമ്പോൾ, ഇങ്ങനെയുള്ള കാലയളവിൽ നല്ല വാർത്ത ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. സുവിശേഷം നല്ല വാർത്തയാ, സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. എന്താ? അവൻ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തു. ഇതാണ് സുവിശേഷം, നല്ല വാർത്ത. അതെന്താ? ഈ വാർത്ത കേട്ടാൽ തന്നെ വിടുതല. ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ആശ്വാസമായി. ചരിത്രം, യേശു ക്രിസ്തുവിന്റെ ചരിത്രം. നമ്മുടെ ചരിത്രം ഒന്നും അധികം പറയാതിരിക്കുന്നതാ നല്ലത്. മൊത്തത്തിലായി പറയുന്നത്. ഇപ്പൊ എനിക്ക് ഇവിടെ വന്ന് കുറച്ച് ചരിത്രമൊക്കെ വിളമ്പാം, നിങ്ങൾക്കും പലയിടത്തും നിന്ന് വിളമ്പാം. കേരളത്തിലുള്ളവർക്ക് നോർത്ത് ഇന്ത്യയിൽ പോയി നന്നായിട്ട് ചരിത്രം പറയാം, അതുങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. പക്ഷേ നമ്മളെ അടുത്തറിയാവുന്ന സ്ഥലത്തും വീട്ടിലും നാട്ടിലും ഇപ്പോൾ പരസ്യയോഗം നന്നായിട്ട് നടത്തുന്ന ആൾക്കാരുണ്ട്, അവരെ അഭിനന്ദിക്കുന്നു. നമ്മുടെ അയലത്തൂടെ അപ്പുറത്തുകാരുടെ മുറ്റത്തും ഒരു പരസ്യയോഗം നടത്തണം. അവരുമായിട്ട് മിണ്ടിയിട്ട് 8 കൊല്ലം കഴിഞ്ഞു. രാവിലെ മൈക്കും തൂക്കി നമ്മൾ അങ്ങ് ഇറങ്ങുക.
നിങ്ങൾക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ, എന്നാ അത് പറയുന്നില്ല. ലഘുലേഖ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്, അപ്പുറത്തെ വീട്ടിലും കൊടുക്കണം. ദൂത് എല്ലാവരോടും പറയുന്നുണ്ട്, സ്വന്തം വീട്ടിലും അപ്പുറത്തും ഒന്ന് പറയണം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ കാര്യം പിടികിട്ടിട്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചരിത്രം അധികം പറയാതിരിക്കുന്ന നല്ലത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ചരിത്രം അത് വളരെ വിലപ്പെട്ടതാണ്. ഈ ചരിത്രം, ഈ സുവിശേഷം കേട്ടാൽ രോഗശാന്തി ഉണ്ടാകും. ഈ ചരിത്രം കേട്ടാൽ വിടുതലുകൾ നടക്കും. ഈ ചരിത്രം കേട്ടാൽ അത്ഭുതങ്ങൾ നടക്കും. അതാണ് സുവിശേഷത്തിന്റെ വിശേഷം. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാം. അപ്പൊ എന്താണ് സുവിശേഷം? നസറയനാകുന്ന യേശുക്രിസ്തു, യേശുക്രിസ്തുവിന്റെ ജനനം, മരണം, അടക്കം, ഉയർപ്പ്, അതാണ് സുവിശേഷം. നല്ല വാർത്ത. നമുക്കറിയാം ക്രിസ്തുയേശുവിന്റെ ജനനം നല്ല വാർത്തയാണ്. എന്താ യേശുക്രിസ്തുവിന്റെ ജനനം നല്ല വാർത്തയാകാൻ കാരണം? കർത്താവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ, ദൂതന്മാർ ജ്ഞാനാലാപത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ വന്ന് പറഞ്ഞിരിക്കുന്നത്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. അപ്പൊ ഇത് നല്ല വാർത്തയാണ്. യേശുക്രിസ്തുവിന്റെ ജനനത്താൽ സംഭവിച്ച കാര്യങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള തിരുവെടുത്ത് സഹോദരി ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെ. അന്നാ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു വെളിയിൽ പാർത്തിരുന്നു. അടുത്തത്, അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റുമിന്നി. അവർ ഭയപരശരായി തീർന്നു. അതെ, ആ ഭാഗം നിങ്ങൾക്കറിയാം, മനപാഠമായ പ്രിയപ്പെട്ടവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ വായിപ്പിച്ച് പിന്നെ ഈ സമയം കളയുന്നില്ല. യേശുക്രിസ്തുവിന്റെ തിരുജനനം, അവിടുത്തെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ ദൂതന്മാര് വന്ന് ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങളൊക്കെ പറയുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഈ കർത്താവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ ഇത് സന്തോഷമാകാൻ കാരണം സുവിശേഷം, നല്ല വാർത്ത, സദ്വർത്തമാനം, കേൾക്കാൻ കൊള്ളാവുന്ന വാർത്തയാണ്. എന്താ ഇതിങ്ങനെ സന്തോഷമാകാൻ കാരണം? ഒന്ന്, ആ ഭാഗത്ത് ഒരു 4-5 കാര്യമാണ്. ഒന്ന്, ഇത് നല്ല വാർത്തയാകാൻ കാരണം അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്. ആമേൻ. സുവിശേഷം ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, സുവിശേഷം യേശുക്രിസ്തുവാ, ആ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ഞാൻ ആ വാക്യത്തെ അധികരിച്ച് പറയാം, ഇരുട്ട് മാറി. കാരണം അവിടെ വായിക്കുന്നത് ഇത് രാത്രിയിലാണ് സംഭവിക്കുന്നത്. അങ്ങനല്ലയോ സഹോദരി? അവിടെ രാത്രിയിൽ ഒരു പദമുണ്ട്, വായിച്ചേ. അന്നാ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ. അപ്പൊ ഇത് രാത്രിയിലെ സംഭവമാണ്. രാത്രി എന്ന് പറയുമ്പോൾ അറിയാം, ഇരുട്ടാ, അന്ധകാരമാണ്. രാത്രിയില. ഇന്നത്തെ പോലെ ഇതുപോലെ വെട്ടമൊന്നും വന്നില്ല കേട്ടോ. എനിക്ക് വളരെ സന്തോഷം തോന്നി. നല്ല വെട്ടവും വെളിച്ചമുണ്ട് യോഗത്തിന്. നന്നായിരിക്കുന്നു. ആരാ പന്തലിന്റെ ചുമതല? ലൈറ്റിന്റെ ഒക്കെ മൊത്തത്തിലാണോ അതോ അല്ലെന്ന്? നമ്മുടെ കമ്മിറ്റി ഉണ്ടല്ലോ, അതാരാ? നല്ല കമ്മിറ്റി. വെട്ടവും വെളിച്ചമുണ്ട്. ചിലടത്ത് എന്നാ ഒന്നിനെയും കാണാനും, ഒന്നാമത് കണ്ണിന്റെ ഇടയിൽ കാണാനും മേല. വെട്ടവും കൂടില്ലേ പറയുകയും വേണ്ട. ഇതൊക്കെ വാക്യം വായിക്കാനും ഒക്കെ എല്ലാം നല്ല നന്നായിരിക്കുന്നു. വെളിച്ചം നന്നായിരിക്കുന്നു. വെളിച്ചമൊക്കെ അല്ല, വെട്ടമുണ്ട്. എന്നാൽ അന്ന് ഇതുപോലെ വെളിച്ചമൊന്നുമില്ല. യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് ഇതുപോലത്തെ അന്തരീക്ഷങ്ങളോ ഇണക്കൊന്നുമില്ല. രാത്രിയാ, ഇരുട്ടാ. പക്ഷെ അവിടെ ഒരു സംഭവിച്ച കാര്യം, ആ ഇരുട്ടത്ത് പെട്ടെന്ന് കർത്താവിന്റെ തേജസ്, വായിച്ചേ, കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അപ്പോൾ ആ തേജസ് ചുറ്റി മിന്നിയപ്പോൾ നമുക്ക് ന്യായമായി ചിന്തിക്കാം, ഇരുട്ട് മാറി. എന്താ സുവിശേഷം? ഇത് സന്തോഷം, നല്ല വാർത്ത, ഇരുട്ട് മാറ്റുന്ന മാർഗമാണ്. ഇന്ന് രാത്രി വ്യക്തി ജീവനങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. നിന്റെ കുടുംബത്തിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. ദേശത്തിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. സംസ്ഥാനങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. രാജ്യങ്ങളുടെ, രാഷ്ട്രങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന മാർഗം സുവിശേഷം. ഇരുട്ട് മാറ്റാൻ കഴിവുള്ള ഒരേ ഒരു മാർഗം സാക്ഷാൽ വെളിച്ചമാകുന്ന, ദിവ്യ വെളിച്ചമാകുന്ന സത്യ സുവിശേഷം. ഒത്തിരി കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ജീവിതങ്ങളുടെ ഇരുട്ട് മാറിയില്ലേ? മദ്യപിച്ചും കുടിച്ചും ലക്ക് കെട്ടും ലെവല് കെട്ടും ഭാര്യയെ ഉപദ്രവിച്ച് പിള്ളേരെ ഉപദ്രവിച്ച് അയലത്തുകാരെ തെറി പറഞ്ഞ് ആ കുടിച്ച ഷാപ്പ് മുതലേ തെറി പറഞ്ഞായി വരുന്നത്. നല്ല ഭാഷയാണോ? പിള്ളേർക്ക് കേൾക്കാമോ? അയ്യോ, എന്തെല്ലാം അസ്വസ്ഥതകളാണ്. ഇത് കഴിഞ്ഞ ഭാര്യയെ
ഉറങ്ങാൻ അനുവദിക്കുവോ? എന്നും ശല്യവും ബഹളവും അടിയും ഉപദ്രവവും. വെച്ച കഞ്ഞി കുടിക്കാനൊക്കെ ഇല്ല. എല്ലാവരുടെയും കാര്യമല്ല ഈ പറയുന്നത്. ആഹാരം എടുത്ത് വിളമ്പുമായിരിക്കും ഇങ്ങനെ 4 കാലേ വരുന്നത്. കുഞ്ഞുങ്ങളും പേടിച്ച് കരഞ്ഞ് നിലവിളിച്ച്. ഞാനിത് കണ്ടിട്ടുണ്ട് ചില വീടുകളിൽ. ഭാര്യയുടെ മുടിക്ക് പിടിച്ച് താഴെയിട്ട് അടിക്കുകയും ആ കലവും ചട്ടിയെടുത്ത് വെളിയിലിറങ്ങി. എന്ത് പ്രശ്നങ്ങളാ! പക്ഷേ അങ്ങനെയുള്ള വ്യക്തികൾ ഈ സുവിശേഷം കേട്ടു, മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ആ വീടുകളിൽ ഇപ്പൊ എന്ത് സമാധാനമാണ്! ആ വ്യക്തിക്ക് എന്ത് പ്രകാശമാണ്! ആ പരുവക്കേടെല്ലാം മാറി. നേരത്തെ കുളിക്കുകയില്ല, നനയ്ക്കുകയില്ല, വല്ലും തേക്കുകയില്ല, പരുവക്കേട് നടന്നതാ. ഇപ്പൊ അതൊക്കെ സുവിശേഷം കേട്ടപ്പോ എന്ത് വെട്ടവും വെളിച്ചവുമായി. കറുപ്പും വെളുപ്പും അല്ല വിഷയം, ആള് ക്ലിയറായെന്നുള്ളതാണ്. അതല്ലേ ഇതിൽ പറഞ്ഞു, കണ്ടിട്ട് പിടികിട്ടിയില്ല, പിടികിട്ടുകയല്ല, വെളിച്ചമാണ്. ദൈവത്തിന് മഹത്വം. സുവിശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ അവന് വെളിച്ചമുണ്ടാകും. ഒരു ഭവനത്തിൽ വന്നാൽ ഭവനത്തിന് വെളിച്ചമാണ്. ആ ഭവനത്തിന്റെ ഇരുട്ട് അന്ധകാരത്തെ മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. രാജ്യങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് ഈ കേരളത്തിൽ വല്ലാത്ത അന്ധകാരമായി. ഇപ്പോഴും അത് മാറിയിട്ടൊന്നുമില്ല. ഇപ്പൊ അത് പിന്നെയും കൂടി വരുന്നത് പോലെ എനിക്ക് അങ്ങ് തോന്നുന്നു. അതെ, ദൈവമക്കൾക്ക് ഇത് പ്രാർത്ഥിക്കാനൊന്നും നേരമില്ലല്ലോ. ഇവിടെ ഇങ്ങനെ കമ്മിറ്റിയും ബഹളവും അടിയും നോണയും ബോധിയും വാട്സപ്പിനകത്തും യൂട്യൂബിനകത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞും പിന്നെ അങ്ങ് തർക്കവും മാനോ. ഇവനൊന്നും ഇവിടുന്ന് പ്രാർത്ഥിക്കാനോ ഉപവസിക്കാനോ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് പോരാടാനൊന്നും പലതിനും കിട്ടുന്നില്ല. അതിന് ശത്രു പ്രബലപ്പെട്ടു വരികയാണ്. ഇതിന്റെ നടുവിൽ ദൈവമക്കൾ പോരാടി പ്രാർത്ഥിക്കണം. സഭയുടെ പേര് പറഞ്ഞ്, സംഘടനയുടെ പേര് പറഞ്ഞ്, ജാതിയുടെ പേര് പറഞ്ഞ്, നിറത്തിന്റെ പേര് പറഞ്ഞ്, കാശിന്റെ പേര് പറഞ്ഞ്, സ്ഥാനമാനങ്ങളുടെ പേര് പറഞ്ഞ് അലോഗ്യം ഉണ്ടാക്കാനുള്ള സമയമല്ലെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. ദൈവമക്കൾ ഉണർന്ന് ഒറ്റക്കെട്ടായിട്ട് പോരാടി പ്രാർത്ഥിക്കണം. അല്പകാലം എന്ന് വെച്ച് സാത്താൻ മുഴു ശക്തിയോടെ പൊരുതുമ്പോൾ ഇതിന്റെ നടുവിൽ പ്രാർത്ഥിക്കുന്നവരെഴുന്നേൽക്കണം, ആരാധിക്കുന്നവരെഴുന്നേൽക്കണം. ദേശത്തിന്റെ പള്ളക്കാടുകൾ അളകുവാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. വടക്കിനോട് തരികാന്ന് തെക്കിനോട് തടുത്തു വെക്കരുതെന്ന് അരുളി ചെയ്യുന്ന ദൈവത്തിന്റെ ശക്തി ദേശത്ത് വെളിപ്പെടേണ്ടതിന് ദൈവദാസന്മാര് ദൈവമക്കളും ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. ഇപ്പൊ നമുക്ക് ഇതിനൊന്നും സമയമില്ല. അതാ സഭകളിലൊന്നും ഇതിന് ഇപ്പൊ എല്ലാ യോഗങ്ങളെല്ലാം ചടങ്ങ് എല്ലാം. മിക്ക യോഗവും ചടങ്ങ. 10 വന്നു, 12:30 നിർത്തി. എല്ലാം ചടങ്ങല്ലേ. 2 പാട്ട് പാടി 2 പേര് പ്രാർത്ഥിച്ചു. പ്രസംഗിക്കാൻ ആരേലും ഉണ്ട്, ഒരു പ്രസംഗവും പ്രസംഗിച്ചു. പ്രായമുള്ള അപ്പച്ചൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു. മണ്ണുണ്ട്, മണ്ണ് കാപ്പിയുണ്ട്, കാപ്പി ഇതിന്റെ അഭിപ്രായം പറഞ്ഞു. മണ്ണ് അത്ര പഴയതാണെന്ന് തോന്നുന്നു. ഇത്ര ഉള്ള ചടങ്ങ്, മുഴുവൻ ചടങ്ങ്. എന്നാൽ പോരാടി പ്രാർത്ഥിക്കാൻ ആൾക്കാരില്ല. അതിനെ ശത്രു ശക്തമായിട്ട് പൊടുതി വരികയാണ്. കൺവെൻഷൻ ആയതുകൊണ്ടും പൊതുയോഗമായതുകൊണ്ടും എല്ലാം ഒന്നും പൊതുവിൽ പ്രസ്താവിക്കാൻ ഒക്കത്തില്ല. ഇപ്പൊ അത്രയോ പറയുന്നുള്ളൂ. ദൈവത്തിന് മഹത്വം. അപ്പോൾ രാഷ്ട്രങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. ഒരു കാലത്ത് ഞാൻ എപ്പോഴും പറയും, പട്ടിക്കും പന്നിക്കും വഴിയിൽ കൂടെ നടക്കാം, മനുഷ്യന് നടക്കാൻ മേല. അത്രയ്ക്ക് അന്ധകാരമാണ്. സ്കൂളിൽ കയറ്റുകയില്ല, പഠിക്കാൻ അനുവദിക്കത്തില്ല, വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കത്തില്ല. ഇതുപോലെ വെള്ള വസ്ത്രം ധരിക്കാൻ എല്ലാവർക്കും അനുവദനീയമല്ല. അടിമച്ചന്തകൾ ധാരാളം ഉണ്ടായിരുന്നു. മല്ലപ്പള്ളിയിൽ ചങ്ങനാശ്ശേരിയൊക്കെ വലിയ പ്രധാനപ്പെട്ട ചന്തകൾ, അടിമച്ചന്തകൾ. മാത്രമാണോ മറ്റുള്ളവരുടെ എല്ലാവരുടെയും വീട്ടിൽ കയറാനും കഴിക്കാനും കൂടാനും കൂടി വരാനും ഒക്കത്തില്ല. ആശാൻ ഒരിക്കൽ ഇങ്ങനെ എഴുതി, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, തമ്മിൽ ഉണ്ണാത്തവർ, ഇങ്ങനെ ഒട്ടല്ലകോ ജാതിക്കോമരങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ വല്ലാത്ത അന്ധകാരം പിടിച്ച കാലം. ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കയറാത്തവരും സഹകരിക്കാത്തവരൊക്കെ ഉണ്ടല്ലോ. തന്നെയല്ല, എല്ലായിടത്തും എല്ലാവരും ഒന്നും കയറ്റത്തുമില്ല. കയറുമെന്നൊക്കെ പാടി നടക്കുന്നുണ്ട് ചിലര്. ഇന്നടുത്ത് ഞാൻ കയറും, പിന്നെ ഇന്നടുത്ത് ഞാൻ നീ കയറിയത് വാ, നിന്നെ കയറ്റിയത് വാ. ഇന്നലെ പേപ്പറിൽ കണ്ടു കയറ്റുകയല്ലെന്ന്. നിങ്ങള് ഈ വേദപുസ്തകം മാത്രം വായിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. ഞാനിടയ്ക്ക് ന്യൂസ് പേപ്പറും ഒക്കെ വല്ലപ്പോഴും വായിക്കും. അതുകൊണ്ടാണ്. നിങ്ങൾ വേദപുസ്തകം മാത്രം വായിക്കുന്നത് കൊണ്ട് ഒന്നും നിങ്ങൾ അറിയുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇങ്ങനെയുള്ള
ഇരുട്ടിന്റെ പ്രവർത്തനങ്ങൾ, വല്ലാത്ത അന്ധകാരം ഒരു കാലത്ത് കൊടികൊത്തി വീണതാണ്. അതിനൊക്കെ അല്പം വ്യത്യാസം വരുത്തിയത് ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. മാടോട് ചേർത്ത് മനുഷ്യനെയും വെച്ച് കണ്ടുകൊണ്ടിരുന്ന കാലത്ത് മാടനെ അവിടെ നിർത്തി വെച്ച് മനുഷ്യനെ പിടിച്ച് കരക്ക് കയറ്റി തേച്ച് കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അവൻ നല്ല വസ്ത്രവും കൊടുത്ത് അക്ഷരവും പഠിപ്പിച്ച് അവനെ നല്ലവനാക്കി തീർത്ത മാർഗമാണ് സുവിശേഷം. ദൈവത്തിന് മഹത്വം. ആട്ടെ, അധികം വിവരിക്കുന്നില്ല. അപ്പോൾ സുവിശേഷം വന്നു കഴിയുമ്പോൾ ഇത് നല്ല വാർത്ത, സന്തോഷം. ഇത് വാർത്ത നല്ലതാകാൻ കാര്യം ഇത് ഇരുട്ട് മാറ്റുന്ന മാർഗമാണ്. ഇന്ന് രാത്രി എന്റെ സ്നേഹിത, നിന്റെ കുടുംബത്തിന്റെ അന്ധകാര ശക്തി മാറാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, സുവിശേഷമാണ്. അതിന് കൂടോത്രത്തിന്റെ പുറകെ പോകണ്ട, മന്ത്രവാദത്തിന്റെ പുറകെ പോകണ്ട, ചൊല്ലിയും കെട്ടണ്ട, ചൊലുത്തിയും കെട്ടണ്ട, നീ ഒന്നും ചെയ്യണ്ട, 5 പൈസ നീ കൊടുക്കുകയും വേണ്ട, ഒരു ഭൗതിക വസ്തുക്കളും കൊണ്ട് കൊടുക്കണ്ട. ഇരിക്കുന്ന കിടത്തിരുന്ന ഒരൊറ്റ വാക്ക് കർത്താവിനോട് പ്രാർത്ഥിച്ച്, എന്റെ യേശുവെ എന്നെ രക്ഷിക്കണം, എന്റെ ഉള്ളത്തിലേക്ക് വരണം, എന്റെ കുടുംബത്തിന് നാഥനായി അങ്ങ് എഴുന്നള്ളി വരണമെന്ന് ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. അതേ, എടുത്ത ഭാഗത്തോട്ട് വരേണ്ടത് കൊണ്ട് ഞാൻ അഭിവാചകം പോലെ പോകുക. സുവിശേഷം ഇരുട്ട് മാറ്റുന്ന മാർഗമാണ്. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഞാൻ എൻ്റെ ഒരു രീതി, കൈ അടിച്ചാട്ടെന്നൊന്നും ഞാൻ പറയത്തില്ല, താല്പര്യം കൊണ്ട് അടിച്ചാൽ മതി. 80 കയറി കൈ അടിക്കാട്ടൊന്നും ചെയ്തില്ല. പിന്നെ എനിക്കെന്റെ സങ്കടം ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട്, അപ്പം ഞാൻ പറഞ്ഞു, പുള്ളി എപ്പോഴും പുള്ളി അങ്ങനെ കൈക്ക് വേദനയാണ് പറയുന്നത്. പുള്ളിയുടെ ഭാഷ ഒരേ പൂട്ടിന് പിടുത്തം. അതെല്ലാം കഴിഞ്ഞ് യോഗമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണത്തിനിരുന്നു. അദ്ദേഹം വരുന്നു, ഒരു പിടുത്തവും ഇല്ല. സ്പൂൺ എടുത്ത് തന്നെ കോരി എടുക്കുന്നു, എത്തിയെടുക്കാൻ ഞാൻ കണ്ടു. അടുത്തിരിക്കുന്ന മാത്രമല്ല, ഞാൻ കണ്ട കാര്യമായി പറഞ്ഞു. അതല്ല, അതിലും വിചിത്രം അടുത്തത്, യോഗം കഴിഞ്ഞപ്പം എനിക്ക് സ്തോത്ര കാഴ്ച തരാൻ വേണ്ടി പുള്ളിയുടെ കൈ, പുള്ളിയുടെ പ്രധാന ആളാണ്, പുള്ളിയുടെ കൈ കൊണ്ട് കൊടുത്തു. അപ്പൊ പുള്ളി ഞാനിപ്പറ ഇരുന്ന് കാണുന്നുണ്ട്, ഇത് അടുത്തല്ലേ ഇരിക്കുന്നത്. അപ്പൊ പുള്ളി ചോദിക്കുന്നു എത്രയുണ്ടെന്ന്. അപ്പം മറ്റേ പുള്ളി പറഞ്ഞു ഇത്രയാന്ന് പറഞ്ഞ ഉടനെ പുള്ളിക്ക് ഡൗട്ട്. പുള്ളി തുരുതുരാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും, അന്നാരവും പിടുത്തമില്ല. അപ്പൊ ഇതെല്ലാം എടുക്കാനും പുള്ളിക്ക് പിടുത്തമില്ല, ഇത് എണ്ണാനും പിടുത്തമില്ല. ഇത് രണ്ടും ദൈവം കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ദൈവം ഒടുവിൽ ഒരു പിടുത്തം വന്ന് പിടിക്കും. അത് വരരുതെന്നായി പറഞ്ഞു. ദൈവത്തിന്റെ മഹത്വം. അത്യാചാരന് മുമ്പിൽ നൃത്തം തുടങ്ങിടും തപ്പോടു കിന്നരങ്ങൾ സത്യേശ്വരനു മുമ്പിൽ നൃത്തം തുടങ്ങിടുവിൻ തപ്പോടു കിന്നരങ്ങൾ കൈത്താളനാദമപ്രശക്തി മുടങ്ങിടട്ടെ സാത്താൻ അടങ്ങിടട്ടെ ഘോഷം. അപ്പൊ ശ്രദ്ധിക്കുക, ശക്തിയാ മുടങ്ങിടട്ടെ സാത്താൻ നടുങ്ങിടട്ടെ ഘോഷം എന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അത് മുമ്പോട്ട് പോകാം. സുവിശേഷം ഇരുട്ട് മാറ്റുന്ന മാർഗമാണ്. സുവിശേഷം എവിടെല്ലാം എത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ഇരുട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് എത്താതിരിക്കാൻ, ഇത് വരാതിരിക്കാനാ ഓരോരുത്തരും പരിശ്രമിക്കുന്നത്. അതില് നമ്മള് ചില ഇടങ്ങളിൽ ചെല്ലുമ്പം പറയത്തില്ല വേണ്ട 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 എന്നാ അതിന് ഇവിടെ ഇരുണ്ടിരുന്നാ മതി. സുവിശേഷം വന്നിടത്തെല്ലാം വെളിച്ചമാണ്. ഒരു കാലത്ത് എന്തിനാ പുറകോട്ട് പോകുന്ന ചെല്ല് പറയാറുണ്ട്, ആഫ്രിക്കയിലെ ആസ്ട്രേലിയ അങ്ങോട്ടെങ്ങും പോണ്ട, കൊടുങ്ങൂര്. എന്തിനാ ആഫ്രിക്ക വരെ പോകുന്നത്? കൊടുങ്ങൂര്, ചാമ്പതാല്, അവിടെ ഇല്ലേ ചാമ്പതാല്. പിന്നെ ദൂരോട്ടൊന്നും പോകണ്ട, ഇവിടെ ഉണ്ടെന്ന്. ഇതൊക്കെ അനുഭവിച്ചവരായി ഇതിനകത്തിരിക്കുന്നത്. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് കിടന്നപ്പോൾ, പഴയ അമ്മമാരുടെ ഭാഷയൊക്കെ പറഞ്ഞ പുറംപറമ്പിൽ ഇറങ്ങിയപ്പെട്ട് കിടന്നപ്പോൾ അവിടുന്ന് ഈ സുവിശേഷം വന്ന് നമ്മളെ കോരിയെടുത്തു. ദൈവത്തിന് മഹത്വം. സുവിശേഷം ഇരുട്ട് മാറ്റുന്ന മാർഗമാണ്. മാത്രമാണ് അവിടെ വായിക്കുന്നത്, ഒന്ന് ഇരുട്ട് മാറ്റി, രണ്ട് മനുഷ്യവർഗത്തിന് സന്തോഷം തരുന്ന മാർഗമാണ്. അതാ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള
സർവ്വജനത്തിന് ഉണ്ടാവാനുള്ളൊരു ആ. മഹാസന്തോഷം. മഹാസന്തോഷം. ദൈവമക്കളെ, സുവിശേഷം സന്തോഷം തരുന്ന മാർഗമാണ്. ഇപ്പൊ തന്നെ ഞാൻ ചില കാര്യങ്ങള് ഞാന് പറയുമ്പോൾ ഞാന് ഈ തമാശ അല്ല പറയുന്ന കാര്യമാണ്. പക്ഷെ ആൾക്കാരത് തമാശ ഞാൻ കാര്യമായി പറയുന്നു. പിന്നെ എന്റെ ശൈലി പറയുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പറയുമ്പോ ചിലര് സന്തോഷിക്കുന്നുണ്ട്. ഈ സന്തോഷിക്കുന്നവർക്ക് ആർക്കും പ്രശ്നമില്ലെന്നാണോ? ഇവിടെ ഇരിക്കുന്ന എല്ലാം ഓരോരോ പ്രശ്നമുള്ളവരാണ്. പക്ഷെ കണ്ടാൽ അത് മറകത്തുമില്ല. അതാണ് സുവിശേഷം, സന്തോഷമാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ മിക്ക ആൾക്കാർക്കും കടഭാരമുള്ളവരുണ്ട്. കടം പേടിയാലോ മറ്റു പദ്ധതികൾക്കോ ഒക്കെ ബാങ്കിലോ ഒക്കെ കടവും ലോണും ഉള്ളവർ ഒന്ന് കൈ പൊക്കിക്കോ, ഒന്ന് കാണാൻ ആർക്കുമില്ല. ഉണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്യും. നന്നായിട്ട് അങ്ങോട്ട് കൈ പൊക്ക് കാണണ്ടേ. മുഴുവനും ഇതൊക്കെ തന്നെ ഇവിടെ ഇല്ല, കടമുള്ളവരില്ലേ? കല്ലിലും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ മിക്കവർക്കും കടഭാരമൊക്കെ ഉണ്ട്. പക്ഷെ ഇവരുടെ മുഖവും ഇരിപ്പും കണ്ടാൽ തോന്നുമോ കടമുണ്ടെന്ന്? അതേസമയം മറ്റ് ഈ മാർഗത്തിൽ വരാത്ത ചിലരെ ഒന്ന് ഓർത്ത് അവരെ കാണുമ്പോൾ അറിയാം കടമല്ലയോ. ഈ കടമൊക്കെ ഉണ്ടെങ്കിലും എന്ത് സന്തോഷിച്ചായിരിക്കുന്നേ. അതാ സുവിശേഷത്തിന്റെ വിശേഷം. ഇവിടെ ഇരിക്കുന്ന പലർക്കും രോഗമുള്ളവരാ. ചിലവർക്ക് ബന്ധുക്കോസി വന്ന രോഗമെല്ലാം പോവാന്നോ. ഇവിടെ കൂടുതൽ രോഗമെന്നാ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇരിക്കുന്നതിൽ ഒന്നല്ലെങ്കിൽ എന്തായാലും രോഗമുള്ളവരൊന്ന് കൈ പൊക്കിക്കേ. മതി എന്റെ പൊന്നു ചോദിക്കും, മുഴുവൻ ഇതായിരിക്കും. പക്ഷേ രോഗപീഠകളൊക്കെ പലതുണ്ടെങ്കിലും എന്ത് സന്തോഷത്തോടായിരിക്കുന്നേ. ഇതിനകത്ത് വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, ഇല്ലേ? കൈ പൊക്കിക്കോ, ഒന്ന് കാണാനാ. ഉണ്ട് ആണ്ട പൊക്കുന്നു. വാടക കൊടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കാണും. 5 സെന്റ് സ്ഥലം ഈ ഭൂമിയിൽ ഇല്ലാത്തവർ ഇതിനകത്ത് കാണും. ആരേലും കൊണ്ട് വന്ന് കൈ പൊക്കിക്കുക. ആരുമില്ല. 1 2 ഞാൻ കണ്ടു 2 എണ്ണത്തിന്. പിന്നെ 3 എനിക്ക് ഇപ്പൊ മണോടാ സ്ഥലം കൈ പൊക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ നമുക്കുണ്ട്. ഈ പാട്ടുകാർക്ക് ഇവർക്ക് ബുദ്ധിമുട്ടും കഷ്ടം ഒന്നും ഇല്ലേ? കൊള്ളാം. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വന്ന് സന്തോഷിക്കാൻ കാരണമെന്നാ ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. സുവിശേഷം സന്തോഷം തരുന്ന മാർഗമാണ്. നിങ്ങളുടെ സഭകളിൽ പ്രശ്നമില്ലേ? ഇല്ലേ? കൊള്ളാം. ഒന്നും ഞാൻ പറയുന്നില്ല, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇങ്ങനെ വന്ന് സന്തോഷിക്കാൻ കാരണം എന്നാണെന്നറിയാമോ? അത് സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുക. ഈ സന്തോഷം പണം കൊടുത്താൽ കിട്ടത്തില്ല, മദ്യത്തിൽ കിട്ടത്തില്ല, മദ്യമടിച്ചാൽ കിട്ടത്തില്ല, ലഹരി പദാർത്ഥങ്ങളാൽ കിട്ടത്തില്ല, ലോകത്തിന്റെ മറ്റു മ്ലേച്ഛതകളിൽ കൂടി പോയാൽ ഈ സന്തോഷം കിട്ടത്തില്ല. ഈ സന്തോഷം ആത്മീക സന്തോഷമാണ്. ഇതെങ്ങനെ കൈവരിക്കാമെന്ന് ചോദിച്ചാൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ. കാരണം ക്രിസ്തു നമ്മുടെ സമാധാനം. ഇന്ന് രാത്രി ഓർപ്പിക്കേണ്ട സുവിശേഷം ദൈവത്തിന് മഹത്വം ഇരുട്ട് മാറ്റുന്ന മാർഗമാണ്. സുവിശേഷം സന്തോഷം തരുന്ന മാർഗമാണ്. മാത്രമാണോ ഒരു കാര്യം കൂടെ പറഞ്ഞ ഭാഗം ഒന്ന് വിട്ടേക്കാം. സുവിശേഷം രക്ഷയുടെ മാർഗമാണ്. നിങ്ങൾക്ക് ഒരു രക്ഷിതാവ്, അങ്ങനെ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു രക്ഷിതാവ്. വായിച്ചേ, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. മതി. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. സുവിശേഷം വന്നു കഴിയുമ്പോൾ നമുക്കൊരു രക്ഷകനുണ്ടായി. ആരും നമ്മളെ രക്ഷിക്കാനില്ലായിരുന്നു. രക്ഷിക്കാനൊക്കെ ഒത്തിരി പേര് പറഞ്ഞു. അവര് തന്നെ അവരെ രക്ഷിക്കാനാ കുഴഞ്ഞത്. എന്നാൽ നമുക്കൊരു രക്ഷകനുണ്ട്. അതാ സുവിശേഷത്തിന്റെ വിശേഷത. അപ്പൊ 1 ഇരുട്ട് മാറ്റും, 2 സന്തോഷം തരും, 3 നമുക്കൊരു രക്ഷിതാവ് ഉണ്ടായി. 4 കാര്യം പറയാം. 4 നമ്മുടെ ഭയം മാറ്റും. അവിടെ വന്ന് പറയുക, ഭയപ്പെടേണ്ട. ഭയമുള്ളത് കൊണ്ടാണല്ലോ ഭയപ്പെടേണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഭയപ്പെടേണ്ട. സുവിശേഷം വന്നു കഴിയുമ്പോൾ ഭയമാണ്. മരണഭീതികൾ, ചിത്തഭ്രമങ്ങൾ, ആകുല ചിന്തകൾ, പലവിധമാകുന്ന രോഗപീഠകളിൽ വളയുന്നവര്, ഭീതിപ്പെട്ട് ഒക്കെ ഇരിക്കുന്ന ആൾക്കാര് സുവിശേഷം കേട്ട് കഴിയുമ്പോൾ ഭയമാണ്. അപ്പോൾ 1 സുവിശേഷം സന്തോഷം തരുന്നതാണ്, നല്ല വാർത്ത. എന്തായി നല്ല വാർത്ത? 1 ഇരുട്ട് മാറ്റുന്ന മാർഗമാണ്. 2 ഇത് സന്തോഷം തരുന്ന മാർഗമാണ്. 3 നമുക്കൊരു രക്ഷിതാവിനെ തന്നിരിക്കുന്ന മാർഗമാണ്.
4 ഭയം മാറ്റുന്ന മാർഗമാണ്. അതാ സുവിശേഷത്തിന്റെ ശ്രേഷ്ഠത, ദൈവത്തിന് മഹത്വം. ഇങ്ങനെയാണ് ഈ സുവിശേഷം. യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, അത് നല്ല വാർത്തയാണ്. യേശുക്രിസ്തുവിന്റെ മരണം നല്ല വാർത്തയാണ്. മരണം എന്നുള്ളത് നല്ല വാർത്തയല്ല, അത് നമുക്കറിയാം. പക്ഷെ യേശുക്രിസ്തുവിന്റെ മരണം നല്ല വാർത്തയാണ്. അതിന് മരണം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്. മിക്കവാറും ഇപ്പൊ മരണത്തെ പേടിയില്ലെന്ന് പറയുന്ന ആൾക്കാർക്കും പേടിക്കാം. അത് ചുമ്മാ പറയുന്ന പേടിയില്ലെന്ന്. ഒരു 99% ആൾക്കാർക്കും പേടിയാണ്. പിന്നെ നിൽക്കുമ്പോ അങ്ങ് പറയാ, ഞാനിപ്പോ റെഡി ആയിട്ടിരിക്കുമ്പോ ഒരു റെഡിയില്ല. ഒരു 99% ആൾക്കാർക്കും ഭയമാണ് മരണത്തെ. തന്നെയല്ല, മരിക്കുമെന്ന് പറയുന്നത് കേൾക്കുന്നത് അത്ര നല്ലതല്ല ചിലർക്ക്. ഉദാഹരണം ഞാൻ എപ്പോഴും പറയും, ഭാര്യയും ഭർത്താവും കൂടെ രാവിലെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിരിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയാ, കുഞ്ഞുഞ്ഞമ്മേ ഞാൻ ഇന്ന് മരിക്കും, നിങ്ങൾക്ക് വേറൊന്നും രാവിലെ പറയാൻ ഇല്ലേ എന്ന് പറഞ്ഞ ജോയിക്കുട്ടി മരിക്കുമെന്ന് കേൾക്കുന്നത് പോലും കുഞ്ഞുഞ്ഞമ്മയ്ക്ക് താല്പര്യമില്ല. ആർക്കും താല്പര്യമില്ല. ഇനി ഭാര്യ ഭർത്താവിനോട് പറയാം, അച്ഛാ ഇന്ന് രാത്രി ഞാൻ കടന്നു പോകുകയാണ്. എന്നാലും മുതലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത. അപ്പൊ ഇത് കേൾക്കുന്നത് പോലും ആർക്കും നല്ലതല്ല. പ്രായമുള്ളവരെ അമ്മ 98 ഉണ്ടെന്ന് വെച്ചോ, അമ്മച്ചിയുടെ ഒന്ന് കൊച്ചുമോളി പറയാം, അമ്മച്ചി മരിക്കുമ്പോ ഈ ബൈബിൾ എനിക്ക് തരണം, നീ എന്നെ രാവിലെ കൊല്ലാൻ വന്നതാണ്. അപ്പൊ 98 ഉണ്ടെങ്കിലും തള്ളക്ക് പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. സെൻട്രൽ പാസോട് പറയാം, അച്ചായന്റെ കാലം കഴിഞ്ഞാൽ ഞാൻ അടുത്തത് സെൻട്രൽ. അത് കേൾക്കുന്നത് സുഖമാണോ? അല്ല. നമ്മുടെ ഒരു സെൻട്രൽ പാസ്റ്റർ അന്ന് നല്ല പ്രായമുണ്ട് എന്ന് പറഞ്ഞ അപ്പച്ചൻ കഴിയുമ്പോൾ കടന്നു പോകുമ്പോ എനിക്ക് ഈ സെന്റർ, പിന്നെ അപ്പച്ചൻ പറഞ്ഞ നീ പോയിട്ട് ഇരിക്കാനാ ഞാൻ. അപ്പൊ ആർക്കും മരണം പറയുന്നതും കേൾക്കുന്നതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത ഓടിച്ച് പറയാം, എല്ലാം നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത ഒന്ന്, യേശുക്രിസ്തു മരിക്കാനായി ഇങ്ങോട്ട് വന്നത്. അതാ ഒന്നാമത്തെ വിശേഷത. ഞാനും നിങ്ങളുമെല്ലാം ഇവിടെ ജീവിക്കാൻ വന്നവരാ, ഇല്ലയോ? ഇവിടെ എല്ലാവരും ജീവിക്കാൻ വന്നവരാ. ഞാനെപ്പോഴും പറയാം, നമ്മൾ കടയിൽ ചെന്ന് ഒരു സാധനം വാങ്ങുക, അല്ലെ ഉദാഹരണം മീൻ വാങ്ങാൻ നമ്മൾ എല്ലാ കുടുംബസ്ഥരുമൊക്കെ ഇല്ലയോ, പ്രാരാബ്ദമൊക്കെ ഇല്ലയോ. അപ്പൊ മീൻ വാങ്ങാൻ ചെന്നപ്പോ ചോദിച്ചു എന്തുവാ മീനിന്റെ വില. അപ്പൊ അവൻ പറഞ്ഞു, സാറേ 650 രൂപ. 650? പിന്നെ അവന്റെ ഡയലോഗ്, ജീവിക്കണ്ടായോ? ഈ അടുത്ത കാലത്ത് 2 ദൈവദാസന്മാരുടെ സഭയുടെ എന്തുവാ സ്ഥലമാറ്റം വിഷയമാണ്. ഇപ്പോഴത്തെ സ്ഥലമാറ്റം എന്നൊക്കെ പറഞ്ഞാൽ മിടുക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, പാവത്തങ്ങളെ ഇപ്പോഴും തന്നെ പിടിപിടിക്കാത്ത മിടുക്കന്മാരങ്ങനെ. മിടുക്കന്മാർ പറയാൻ, ജോയിക്കുട്ടി ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ബേക്കുട്ടി ഇങ്ങോട്ട്, ഈ റിലേ ഓടും പോലെ. മിടുക്കന്മാരല്ല അങ്ങനെ. പാവത്തങ്ങൾ ഈ വാദമുള്ളിടത്ത് കോച്ച് പോളല്ലോ. മിടുക്കന്മാരെ ഒന്ന് മാറ്റാൻ ചെന്നേ, ഒരു ചുണയുണ്ടോ ഞങ്ങളെ ഒന്ന് മാറ്റാൻ, എന്നാ ചെയ്യാൻ വലിയ ഗുണ്ടായുസമൊക്കെ ആയിപ്പോ. അത് ഞാനിപ്പോ പറയുന്നില്ല, നിങ്ങളിപ്പോ ചിന്തിക്കുക ഇയാളെ വിളിച്ചത് നാശമായില്ല. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം ഒന്ന് വിടുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 2 പേര് തമ്മിൽ സംസാരിക്കുക. അപ്പൊ ഒരാള് പ്രധാന ആളോട് പറയാ, അച്ചായ ജീവിക്കണ്ടേ, ഞാനും പിള്ളേരും ജീവിക്കണ്ടേ, കുറ്റമല്ലേ പറഞ്ഞ് ജീവിക്കാൻ. ഞാനും നിങ്ങളെല്ലാം ഈ ഭൂമിയിലേക്ക് വന്നത് ജീവിക്കാനാണ്. ഞാനും നിങ്ങൾ മാത്രമാണ് ഇവിടെ വന്നവരെല്ലാം കുറച്ചു നാൾ എങ്ങനെയാലും ജീവിക്കാൻ. എന്നാൽ മരിക്കാൻ വന്നവൻ ഒരുവനേ ഉള്ളൂ, അത് നസറായനാകുന്ന യേശുക്രിസ്തുവാണ്. അവിടുന്ന് സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് വന്നത് തന്നെ മരിക്കാനാ. ഒന്ന്, യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത അവിടുന്ന് കൂടെ പറഞ്ഞു ഞാൻ മരിക്കുമെന്ന്. നമ്മൾ കൂടെ അങ്ങനെ പറയും. അബദ്ധത്തിൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ രാത്രി കർത്താവേ നേരത്തെ ഉണർവിന് കയറി പറഞ്ഞതാ, ഇപ്പൊ ഒന്നും എന്നെ എടുക്കരുത്, കൊച്ചുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, വീടിന്റെ പണി നടക്കുന്നു, മാത്രമല്ല ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇപ്പൊ എന്നെ നേരത്തെ ഇളക്കത്തിന് ഞാൻ കയറി അങ്ങ്. ഇനി അഥവാ നിങ്ങൾ പറഞ്ഞാലും അമ്മാമ്മ പറയും, പാപ്പ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞതാ എൻ്റെ ദൈവമേ ക്ഷമിക്കണേ, ഇപ്പൊ ഒന്നും അച്ചായന്
യേശുക്രിസ്തു കൂടെ കൂടെ പറയുന്ന ഒരു കാര്യമാണ്, മനുഷ്യപുത്രൻ മരിക്കാൻ പോവാ, മനുഷ്യപുത്രൻ മരിക്കാൻ പോവാ, മനുഷ്യപുത്രനെ കൊല്ലും. കൂടെ കൂടെ യേശു പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത, ഒന്ന് മരിക്കാനായിട്ട് വന്നു, രണ്ട് മരണത്തെ പറ്റി കൂടെ കൂടെ പറഞ്ഞു, മൂന്ന് എങ്ങനെ മരിക്കുമെന്ന് യേശു പറഞ്ഞു. ഇങ്ങനൊന്നും പറഞ്ഞ ഒറ്റ നേതാവില്ല. എങ്ങനെയാണ് മരിക്കുന്നത് അത് യേശു പറഞ്ഞു. നാല് ആരാണ് കൊല്ലുന്നത് അത് യേശു പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ഒരു നേതാവുണ്ടോ? അഞ്ച് എവിടെ വെച്ച് മരിക്കുമെന്ന് യേശു പറഞ്ഞു. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ഒന്ന് മരിക്കാൻ വന്നിരിക്കുന്നു, രണ്ട് മരിക്കുമെന്ന് പറഞ്ഞു, മൂന്ന് മനുഷ്യപുത്രനെ പിടിച്ച് ഉപദ്രവിച്ച് ആ വിധങ്ങളെല്ലാം പറഞ്ഞു, ഉപദ്രവിക്കും, തുപ്പും, അടിക്കും, ഇതെല്ലാം പറഞ്ഞു. എവിടെ വെച്ച് മരിക്കുമെന്ന് യേശു പറഞ്ഞു. മാത്രമാണോ അങ്ങനെ മരിക്കുമെന്ന് പറഞ്ഞ യേശു നിർത്തിയില്ല. ആ പറഞ്ഞിടത്തെല്ലാം ഒരു സെന്റൻസും കൂടെ ചേർത്തിട്ടുണ്ട്, അവൻ മൂന്നാം നാൾ ഉയർക്കും. ഇങ്ങനെ കൂടെ ചേർത്ത് പറഞ്ഞാൽ നിർത്തിയത്. ഇവിടെ വന്ന് ഏറെ നേതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് വന്ന നേതാക്കന്മാരില്ല, ജീവിക്കാൻ വന്നതാണ്. അതെ, ഇവിടെ ദൈവം കളിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇന്നാൾ കേട്ടു ദൈവം അഡ്മിറ്റ് ആയെന്ന്. പിറ്റേന്ന് വാർത്ത കേട്ടു ദൈവം ഓക്സിജൻ ഇപ്പൊ കൊടുത്തിട്ടിരിക്കുക ദൈവത്തിന്. അയ്യോ, അപ്പൊ ചോദിച്ചു ഓക്സിജൻ, പിന്നെ വെന്റിലേറ്ററിൽ കയറ്റിയെന്ന് ദൈവത്തെ. കോവിഡിന്റെ കാലത്ത് കേട്ടു ദൈവം ഇപ്പം വെളിയിൽ ഇറങ്ങുന്നില്ല, പേടിയാ കോവിഡ്. ദൈവത്തിന് വരെ പേടിയായി കോവിഡ്. അങ്ങനത്തെ ദൈവങ്ങൾ ഒത്തിരി ഉണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ വിശേഷത മരിക്കുമെന്ന് പറഞ്ഞതിനോടെല്ലാം ചേർത്ത് യേശു പറഞ്ഞു അവൻ മൂന്നാം നാൾ ഉയർക്കും. ഇങ്ങനെ പറഞ്ഞ ഒരു നേതാവുമില്ല. മരിക്കുമെന്ന് പോലും പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ വന്ന ആരാ മരിക്കുമെന്ന് പറഞ്ഞേ? മാത്രമാണോ എങ്ങനെ മരിക്കുമെന്ന് വല്ലവരും പറഞ്ഞോ? ഇല്ല, ഒരു നേതാവും പറഞ്ഞിട്ടില്ല. അലക്സാണ്ടർ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ആളാ. സമുദ്രത്തെ നോക്കി ആക്രോശിച്ചെന്നാ പറയുന്നത്. കരയായിരുന്നെങ്കിൽ വെട്ടിപ്പിടിക്കും. പക്ഷെ പനി വന്ന് മരിക്കുമെന്ന് പുള്ളി പറഞ്ഞു. വന്ന് പനിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. മിടുക്കന്മാരങ്ങനെ എല്ലാവരും. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി ബ്രിട്ടീഷുകാരോട് ആയുധമെടുക്കാതെ പോരാടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രമുഖനാണ്. രാഷ്ട്രപിതാവ് എന്നുള്ള ബഹുമതി കൊടുത്തു. ആ മനുഷ്യനെ അവൻ ഒരു വ്യക്തി വെടിവെച്ചു കൊന്നു, ഗോഡ്സെ. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞോ ഞാൻ ഗോഡ്സയുടെ വെടികൊണ്ടായാകുന്നെന്ന്? ഇല്ല, നല്ല മനുഷ്യനാ, പക്ഷെ പറഞ്ഞില്ല. എന്നാൽ എങ്ങനെ മരിക്കുമെന്നും എവിടെ വെച്ച് മരിക്കുമെന്നും ഏത് വിധത്തിൽ മരിക്കുമെന്നും ഞാൻ മരിക്കാൻ വന്നതാണെന്നും മരിച്ചു കഴിഞ്ഞാൽ മൂന്നാം ദിവസം ഉയർക്കുമെന്നും പറഞ്ഞ് ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശുക്രിസ്തു. ആ വാർത്ത നല്ല വാർത്തയാണ്. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. എടുത്ത വാക്യത്തോട് ഒന്ന് കൂറ് പുലർത്തുന്നത് കൊണ്ട് ഞാൻ മുഖവരിയായിട്ട് അങ്ങനെയൊക്കെ പറയാ. എപ്പോഴാണ് നിർത്തണ്ടേ? പണ്ടൊരാള് പറഞ്ഞ പോലെ ചിങ്ങം വരെ പോട്ടെന്ന് പറഞ്ഞ പോലെ അവൻ അല്പസമയം കൊണ്ട് എടുക്കാം. ദൈവത്തിന് മഹത്വം. ആദ്യ ദിവസമല്ലേ. ഞാനതുകൊണ്ട് പാട്ടല്ല അങ്ങ് നിർത്തി. ആ പാട്ട് പാടിയാൽ പിന്നെയും സമയം പോകും. അതുകൊണ്ടാണ് അല്ലെ, പാട്ട് പാടാൻ വയ്യാഞ്ഞിട്ടല്ല, അങ്ങ് നിർത്തിയതാണ്. തന്നെയല്ല ഇതിങ്ങോട്ട് വെച്ചത് കൊണ്ട് അവർക്ക് മനസ്സിനും ബുദ്ധിമുട്ടുണ്ട്. തന്നെയല്ല വായിച്ചാൽ ഒക്കത്തുമില്ല, അവർക്കൂടി ഇത് കേൾക്കുന്നില്ല. അപ്പൊ ഇതിങ്ങോട്ട് തന്നെ വെച്ചുകൊണ്ട് അഥവാ ഞാൻ പാടുമ്പോൾ അവര് ഞങ്ങൾ താളത്തിൽ അങ്ങോട്ട് ഒക്കുന്നില്ല, ഇതുകൂടെ അവർക്കൂടെ കേട്ടെങ്കിലും ഒക്കുള്ളൂ. അപ്പൊ പിന്നെ അവരടിക്കുമ്പോൾ ഇത് കണക്കിന് വരുന്നില്ല. അപ്പൊ അവരും ചിന്തിക്കുക എങ്ങനെയും വായിപ്പോട്ടെ, അയാളുടെ സൂക്കേട് തീർക്കും. അപ്പം അത് ചിന്തിച്ച് അവരും ഇരിക്കുന്നു. അപ്പൊ അത് ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് പിന്നെ എനിക്കിതൊക്കെ കാണുമ്പോൾ അറിയും. അതുകൊണ്ട് ഞാൻ പാട്ടങ്ങ് നിർത്തി. തന്നെയല്ല ഒരു അപ്പച്ചൻ പറഞ്ഞു ഇയാളെ പാടാൻ വിളിച്ചതല്ലല്ലോ എന്ന്. അപ്പൊ പിന്നെ പറയുക തന്നെ അവരിത് കഴിഞ്ഞ് പാടുന്നേ പാടേ. അപ്പൊ എന്തായാലും കൊള്ളാം, യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ അടക്കം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, ഇത് നല്ല വാർത്തയാ. സുവിശേഷം ഓടിച്ചവസാനിപ്പിക്കുക ആ ഭാഗം. എന്താണ് സുവിശേഷം? യേശുക്രിസ്തു. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ഒത്തിരി ഉണ്ട്. ഒരു 3 വാക്യം വായിച്ചേ. സുവിശേഷത്തിന്റെ വിശേഷത 3 വാക്യം. ഒത്തിരി വായിക്കാനും ഒത്തിരി പറയാനും ഉണ്ട്, എങ്കിലും 3 ഒരു കണക്കാണല്ലോ. അതുകൊണ്ട് 3 വാക്യം വായിക്കണം. ആദ്യം വായിക്കേണ്ടത് റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. നമുക്ക് അറിവുള്ള വാക്യം അതൊന്ന് വായിച്ചേരും.
സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്തിന്റെ വിശേഷത ഒറ്റ വാക്കി പറയുക, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്, രക്ഷയ്ക്കായി ദൈവശക്തി. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു മാർഗം അത് സുവിശേഷമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറായനാകുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. വിവരിക്കുന്നില്ല. നാളെയും മറ്റന്നാളും ഒക്കെ ശ്രേഷ്ഠരാകുന്ന ദൈവദാസന്മാര്, അവരൊക്കെ എന്നേക്കാൾ നന്നായിട്ട് നല്ല പഠിച്ചവര്, അവർക്കൊക്കെ വിദ്യാഭ്യാസം നന്നായിട്ടുള്ളത്. എനിക്ക് വലിയ വിവരമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒത്തിരി പേര് പറയുന്നുമുണ്ട്. ചില പറയാറുണ്ട് അയാൾക്ക് ബോധവും വിവരവും ഒന്നും ഉള്ളവനല്ല. ഏകദേശം ശരിയാണ്. അപ്പൊ അതുകൊണ്ട് അവരതൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യും. ദൈവത്തിന്റെ മകത്ത് എങ്കിലും എനിക്ക് ലഭിച്ച കൃപയ്ക്ക് അനുസരിച്ച് ചില കാര്യങ്ങൾ പറയുക. അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. നിന്നെയും നിന്റെ കുടുംബത്തെയും ദേശത്തെയും സമൂഹത്തെയും രക്ഷിക്കാൻ കഴിവുള്ള ഒരേ ഒരു മാർഗം അത് സത്യ സുവിശേഷം. ദൈവത്തിന്റെ മകത്തും സുവിശേഷം രക്ഷിക്കുന്ന മാർഗം. രണ്ട്, സുവിശേഷത്തിന് വേറൊരു വിശേഷത വായിച്ചേ മോളെ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാ. വായിച്ചോ. 6-14-15. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും, നീതി എന്ന കവചം ധരിച്ചും, സമാധാന സുവിശേഷത്തിനായുള്ള മതി. അപ്പൊ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. ഞാൻ മുമ്പ് പ്രാരംഭത്തിൽ ഓർപ്പിച്ചു, സുവിശേഷം ഒരു വ്യക്തിയിൽ വന്നാൽ അവന് സമാധാനം, സുവിശേഷം ഒരു കുടുംബത്തിലെത്തിയാൽ കുടുംബത്തിന് സമാധാനം, സുവിശേഷം ഒരു ദേശത്ത് വന്നാൽ ദേശത്തിന് സമാധാനം. കാരണം ക്രിസ്തു നമ്മുടെ സമാധാനം. ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. അതെ, സമാധാനത്തിന്റെ. ഞങ്ങള് ഒരു വിവാഹ ശുശ്രൂഷകളെ സംബന്ധിച്ചു. സമാധാനമാണെന്ന് പറയാൻ ഒരു ഉദാഹരണമാണ്. ഒരു വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിച്ചു. വിളിച്ചതിലും അല്പം ആളും കൂടി. അല്ലാതെ ചില കാര്യങ്ങൾ വന്നപ്പോൾ ഭക്ഷണം തികഞ്ഞില്ല. കുറ്റമല്ല, ഭക്ഷണം തികഞ്ഞില്ല. പക്ഷെ ഈ വന്നതിൽ സിംഹഭാഗം ആൾക്കാരും ദൈവമക്കളാണ്. അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ഇത് രക്ഷിക്കപ്പെടാത്തവരാണല്ലോ, പണ്ട് കാലമാണല്ലോ. ആടി നടന്നേരം വന്നോ കൊള്ളാം. ഒരെണ്ണം വീട്ടിൽ വരികയല്ല, എല്ലാം മെഡിക്കൽ കോളേജിൽ 6-ാം നില അങ്ങനെ കിടന്നു. എന്നാൽ അവിടെ ഭക്ഷണം തികയാതെ വന്നു. കുറച്ച് ബന്ധുക്കാരും ഒക്കെ പലരും കഴിക്കാനൊക്കെ വന്നു. പക്ഷേ ആർക്കും പ്രശ്നമില്ല. അത് പിന്നത്തെ ഭക്ഷണം അവര് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് മേടിച്ചെല്ലാവർക്കും കൊടുത്തു. അപ്പോൾ അത് വരുന്നത് വരെ സമാധാനത്തോടെ നിന്നു. അന്നേരം ലോഹ്യങ്ങളൊക്കെ പറഞ്ഞു നിന്നു. പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതെന്താ? ഈ സമാധാനം വന്നതുകൊണ്ടാണ്. ഇതല്ലാത്തൊരു മാർഗമായിരുന്നല്ലോ. സ്തോത്രം. ഇത് സമാധാന ഉദാഹരണമായി മാത്രമാണോ നമ്മുടെ ഉപദേശമാര്, ചില ദൈവദാസന്മാരൊക്കെ ചില ഇടങ്ങളിൽ ചെന്ന് സുവിശേഷം പറയാനൊക്കെ ഇങ്ങനെ നിൽക്കുമ്പം ചില ആൾക്കാർ വന്ന് മുണ്ടുമൊക്കെ മടക്കി കൊത്തി പൊടിമീശിയ പൊടിയാ, എന്നാലും പൊടി പിടിച്ചൊരു തിരി എന്നവരെ ഒറ്റക്കാല എന്ന് കാലിങ്ങനെ കുറച്ച് മിക്കയിടത്തും നമ്മുടെ ദൈവദാസന്മാരുടനെ ആ മയക്കും ലെഗിലേക്ക് വണ്ടിയൊക്കെ എടുത്ത് ഉടനെ അവിടെ നിന്ന് പോകുക. അത് തന്നെ ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. നമ്മളുടനെ അങ്ങ് പോവുക, പ്രശ്നം ഉണ്ടാക്കുകയല്ല. ഈ പറയുന്നവന്റെ ഭാര്യയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോ ഈ സ്ഥലം? ഇവന്റെ വല്യമ്മയുടെ കുടുംബ സ്വത്താണോ ഈ സ്ഥലം? അല്ലല്ലോ, അല്ല. പക്ഷെ നമ്മളൊന്നും മിണ്ടുകയില്ല. അതന്നെ ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. അതേസമയം ഈ പൂഞ്ഞാൻ പാർട്ടിക്കാർ യോഗം നടത്തോടെ നീ ഒന്ന് എന്നേ, കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ BJP-ക്കാരോ 2 പേര് മതി. അവരവരുടെ കൊടിയും കെട്ടി 2 കസേര കിട്ടി 2 എണ്ണം മതി, 2 എണ്ണം അവിടോട്ട് നീ എന്ന് പറഞ്ഞ് നിന്നെ അവരെ ഏറെ നിർത്തും. ഇല്ലേ? നിർത്തിയിട്ടുണ്ടല്ലോ. അല്ല, അങ്ങോട്ട് ചെല്ലത്തില്ലല്ലോ, ചെല്ലുകയല്ല. അതന്നെ ആ മാർഗം അങ്ങനെ തരാം. പക്ഷെ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഉടനെ പോലും ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. മനുഷ്യനെ അന്യോന്യം കൊലയ്ക്ക് കൊടുക്കുന്ന മാർഗമല്ല.
ജാതിസ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന മാർഗമല്ലിത്. അവന്റെ പടലി എടുത്തോണ്ട് വാ, ഞാൻ പ്രസാദിക്കാന്ന് പറയുന്ന മാർഗമല്ലിത്. അവൻ നമ്മൾ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി, മറ്റവനിലെ അടിച്ച് നിരത്തടാന്ന് പറയുന്ന മാർഗമല്ലിത്. ഇത് ഞങ്ങളുടെ സ്വന്തമാ, മറ്റുള്ളവരാരും ഇവിടെ വേണ്ട അങ്ങനെ പറയുന്ന മാർഗമല്ല. ആമേൻ. ഇത് എല്ലാവർക്കും സമാധാനം കൊടുക്കുന്ന മാർഗമാണ്. ഈ മഹാഭാരതം അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം നാനാജാതി മനസ്ഥർ തിങ്ങിപ്പാർക്കുന്ന ഒരു നല്ല രാജ്യമാണ് ഈ രാജ്യം. ഏതെല്ലാം ഭാഷക്കാർ, ഏതെല്ലാം വിവിധ ദേശക്കാർ, ഭാഷക്കാർ, വസ്ത്രധാരണത്തിൽ വ്യത്യസ്തം, ഭക്ഷണക്രമത്തിൽ വ്യത്യസ്തത, ജീവിത ശൈലികളിലെ ഭാഷ, എത്ര ഭാഷയായി മഹാരാജ്യത്ത്. ഓരോ സംസ്ഥാനത്തിലെയും ഡ്രസ്സ് വ്യത്യാസമല്ലേ, ഭക്ഷണക്രമം വ്യത്യാസമല്ലേ ഈ രാജ്യത്ത്. മറ്റു രാജ്യങ്ങളിലൊക്കെ ഏകദേശം ഒരുപോലൊക്കെയാ മിക്കടുത്തും. എന്നാൽ ഇതെല്ലാം വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള ഈ മഹാരാജ്യത്തിൽ അവൻ സുവിശേഷത്തിന്റെ വിശേഷത എന്നാണെന്നറിയാമോ? ഇത് സമാധാനം തരുന്ന മാർഗമാണ്. സുവിശേഷം എവിടെ ചെന്നാലും അവിടെ എല്ലാം സമാധാനമാണ്. ദൈവത്തിന് മഹത്വം. ഒരു ഭവനത്തിലെത്തിയ ചില വീടുകളിൽ പ്രാർത്ഥന വെക്കുമ്പോൾ അപ്പുറത്തുകാർ പറയും ശബ്ദം കുറയ്ക്കണം. ഉടനെ നമ്മൾ ഓളിയം കുറയ്ക്കുക ഇല്ലേ? അതേസമയം ക്ഷേത്രത്തിലും മറ്റു പള്ളികളിലുമൊക്കെ പല കാര്യങ്ങളൊക്കെ ഓരോ പോസ്റ്റേലും വെച്ച് കെട്ടിരിക്കുക. ചെന്ന് പറയാമോ കുറയ്ക്കാൻ? പറയത്തില്ലല്ലോ. പറഞ്ഞാലോ നല്ല ശേലായി വിവരം അറിയും. ഞങ്ങളിങ്ങനെ യാത്രയൊക്കെ ചെയ്യുന്ന ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ 2-3 കിലോമീറ്ററോളം ഓരോ പോസ്റ്റേലും വെച്ചിരിക്കുക. കേൾക്കാം. ഞാൻ കേട്ടിട്ടുണ്ട്. ഉള്ള കാര്യമായി പറയാൻ. അതേസമയം നമ്മളൊരു യോഗം നടത്തിയ താഴോട്ട് പോലും മൈക്ക് വെക്കാൻ നമുക്ക് വെക്കുകയും വേണ്ടല്ലോ. മിക്കടത്ത് യോഗത്തിന് ചെല്ലുമ്പോൾ അകത്ത് തന്നെ ക്ലിയറായിട്ട് കേൾക്കുന്നില്ല. ഇത് കേൾപ്പിക്കാനൊന്നും വെക്കുന്നതല്ല. പിന്നെ എല്ലാവരും യോഗം വെക്കുന്നു, നമ്മളും വയ്ക്കുന്നു. പണ്ട് ഒരു സിനിമാ പാട്ടാണോ നാടകഗാനമാണോ ഒരു പാട്ടുണ്ട്. ഞങ്ങളുടെ അമ്മ പണ്ട് പാടി കേട്ടിട്ടുള്ളതാ. വരിയൊന്ന് മറന്നുപോയി. സിനിമയുടെ ആണ് തോന്നുന്നത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കാം ഇപ്പം വന്ന് അതും ആയോ? വരി ഞാൻ മറന്നുപോയി. എല്ലാരും പാടത്ത് വിത്ത് വിതച്ചു, ഏനെന്റെ പാടത്ത്. നിങ്ങൾ തികഞ്ഞ ആത്മീയരായതുകൊണ്ട് ഇതൊന്നും നിങ്ങൾക്ക് ദൈവത്തിന് മഹത്വം. ഇനിയിപ്പോ ആ പാട്ട് പഠിക്കുമൊന്നും വേണ്ട, അത് നമുക്കുള്ളതല്ല. അപ്പൊ ശ്രദ്ധിക്കുക. അയ്യോ, ഇതെല്ലാവരും കേൾക്കണം. ഇതെല്ലാവരും കേൾക്കാൻ കൊള്ളാവുന്നതാ സുവിശേഷം. ദേശം മുഴുവൻ കേൾക്കണം, സകല ആൾക്കാരും കേൾക്കണം. കേട്ടാൽ ഇത് അനുഗ്രഹവും വിടുതലുമാണ്. ദൈവത്തിന് മഹത്വം. സുവിശേഷം സമാധാനത്തിന്റെ മാർഗമാണ്. അതാണ് നമ്മൾ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. വെള്ളം ഉണ്ടാക്കുമ്പോഴേ നമ്മളൊന്ന് നിർത്തുക, ശബ്ദം കുറയ്ക്കണം. നമ്മൾ ശബ്ദം കുറയ്ക്കുക. മറ്റവരോട് എന്ന് പറയാ ശബ്ദം കുറയ്ക്കാൻ ഒന്ന് പറയാവോ? നമ്മൾ ആത്മാവിലായി ശബ്ദം ഉണ്ടാക്കുമ്പോൾ വന്ന് ചോദിക്കും, എന്നാടാ ഇത്ര തുള്ളലും ചാട്ടവും ഒക്കെ ചോദിക്കും. ചിലര് ചോദിക്കും, എന്തിനും വേണ്ട കടന്ന് എന്നാ നീ എരുമേലിലോട്ട് നീന്ന് ചോദിച്ചു, അതിനാടാ കടന്ന് തുള്ളുന്നെന്ന്. ചോദിച്ചാൽ വിവരം അറിയും. ചോദിക്കുമ്പോൾ അവര് തുള്ളുമ്പോൾ നമ്മളൊരു സൈഡിൽ കൂടെ അങ്ങ്. ഇവിടെ നമ്മൾ തുള്ളുമ്പോൾ നേരെ ഇതിനിടയിലോട്ട് കിടന്ന് നിർത്താനാ പറയാം. നിർത്ത്. ഞാൻ സത്യമായി പറയാൻ, സത്യമായ കാര്യമാണ്, ഉള്ള കാര്യമായി പറയാൻ. അത് ഉള്ളത് പറയാൻ ആർക്കും ഇഷ്ടമല്ലല്ലോ. നമ്മളെന്താ എതിർക്കാത്ത? നമ്മളെന്താ ഉടക്കാത്തത്? നമ്മളെന്താ കയർക്കാത്തത്? ഇത് ഉടക്കുന്ന മാർഗമല്ല, ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. സമാധാന സുവിശേഷം, സമാധാന സുവിശേഷം. ഇന്ന് രാത്രി ഈ സുവിശേഷം എവിടെ വന്നോ അവിടെ എല്ലാം സമാധാനമാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അപ്പോൾ ഒന്ന്, സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. 2, സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. ഒരു വാക്യം കൂടെ വായിച്ച ആ ഭാഗം വിടാം. സുവിശേഷത്തിന്റെ 3-ാമത്തെ വിശേഷത തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചേ. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത, സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത. അതിന് മുകളിൽ ഒരു പദമുണ്ട്, മരണം നീക്കുന്ന. ഒന്നുകൂടെ വായിച്ചേ മോളെ. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും. സുവിശേഷത്തിന്റെ 3-ാമത്തെ വിശേഷത മരണത്തെ നീക്കി നിനക്ക് ജീവൻ തരുന്നതാ സുവിശേഷം. അവിടെ മരണമെന്ന്
ഉദ്ദേശിക്കുന്നത് സ്വാഭാവിക മരണം, ശാരീരിക മരണമല്ല, നിത്യമരണം. ഇതിന് ബൈബിളിൽ പല പ്രയോഗങ്ങളുണ്ട്. അതിൽ ഒരു പ്രയോഗമാ രണ്ടാം മരണം. രണ്ടാം മരണം. അപ്പൊ ഞാൻ ഇങ്ങനെ അങ്ങ് പറയാം, രണ്ടാം മരണത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന മാർഗമാ സുവിശേഷം. ആ രണ്ടാം മരണം അതിന് ഒത്തിരി രീതികൾ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക, ഈ തീപ്പൊയ്ക രണ്ടാം മരണം. തീപ്പൊയ്ക എന്ന് പറഞ്ഞിട്ടൊന്നും പേടി വരും. നിങ്ങൾ പറയുന്ന കമ്പിത്തിരി ഇട്ടേക്കുന്നതാണോ തീപ്പൊയ്ക? തീപ്പൊയ്ക രണ്ടാം മരണമാണ്. ആ തീപ്പൊയ്കയിൽ നിന്ന് നിന്നെ രക്ഷിച്ച് ജീവനിൽ എത്തിക്കുന്ന മാർഗമാണ് സുവിശേഷം. ആ തീപ്പൊയ്കയിൽ പോകാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ജീവപുസ്തകത്തിൽ പേരെഴുതണം. ജീവപുസ്തകത്തിൽ പേരെടുത്ത് കാണാത്ത ഏറവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക രണ്ടാം മരണം. ദണ്ഡനം അവിടെ നടക്കുക, രാപകൽ ഗന്ധകം കത്തിക്കൊണ്ടിരിക്കുക. അധികം വിവരിക്കുന്നില്ല. ആ തീപ്പൊയ്കയിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളതാണ് സുവിശേഷം. ചാകാത്ത പുഴുവും കെടാത്ത തീയുമായ ആ പൊയ്കയിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു മാർഗം അത് സുവിശേഷമാണ്. ഇന്ന് രാത്രി ആ സുവിശേഷമായി ഇവിടെ മുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ആ സുവിശേഷം തന്നെ ഇവിടെ മുടങ്ങിക്കൊണ്ടിരിക്കും. എങ്കിലും വായിച്ച വാക്യത്തോട് കൂറ് പുലർത്തി അങ്ങ് നിർത്താം. ആ 31 ഒന്നുകൂടെ വായിച്ചോ മോളെ. എല്ലാം മറന്നു. 6:31. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ വാച്ച് കറക്റ്റ് ആണോ? ഇതിലിപ്പോൾ 9:10 കറക്റ്റ് ആന്നേ? അതിലെത്രയാച്ച കറക്റ്റ്? അപ്പോൾ 9:25 ആകുമ്പോൾ ഞാൻ പ്രസംഗം നിർത്തും. 5 മണിക്കൂർ കൊണ്ട് പാട്ടും ആരാധനയും ആശീർവാദം. 9:30 ആകുമ്പോൾ എല്ലാവരെയും വിടാം. ഇന്നിപ്പോ അതേ ഓക്കൂ. ആട്ടെ, ഒന്നുകൂടെ വാങ്ങിച്ചോ. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചിരിക്കുക. ഓരോ അധ്യായത്തിലും യേശുക്രിസ്തുവിന്റെ ദൈവത്വം, കർത്താവിന്റെ മഹത്വം, അവിടുന്ന് സാക്ഷാൽ ദൈവമാ. നമുക്കറിയാം, 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാണ്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ നമ്മുടെ ദൈവം. 3-ാം അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം. 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പമായ ദൈവം. 7-ാം അധ്യായത്തിൽ ആത്മ നിറവിനെ കൊടുക്കുന്ന ദൈവം. 8-ാം അധ്യായത്തിൽ സാക്ഷാൽ വെളിച്ചമാകുന്ന ദൈവം. 9-ാം അധ്യായം പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കി അത്ഭുതങ്ങളുടെ ദൈവം. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനായ ദൈവം. 11, 12 അധ്യായത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. ഈ ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അപ്പൊ ഓരോ അധ്യായത്തിലും യേശുവിന്റെ ദൈവത്വം തെളിയിച്ചു. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിറങ്ങുന്ന ജീവന്റെ അപ്പമാണ് ക്രിസ്തു. സ്തോത്രം. ഒരു പഴയ പാട്ടുണ്ട്, പാടാൻ വയ്യ, എന്നാലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ പാട്. CSIക്കാര് പാടുന്നതാ, ഞാൻ പാടിയാൽ തെറ്റുമെങ്കിലും സന്തോഷം കൊണ്ട് പാടുക എന്ന് പറയത്തില്ല, പറയുക. അറിയാമെങ്കിൽ പാട്. എനിക്ക് ഒക്കുകയല്ല പാടാൻ. സ്വർഗേ അപ്പം, സ്വർഗേ അപ്പം, എനിക്കും തരണമേ. സ്വർഗേ അപ്പം, സ്വർഗേ അപ്പം, എനിക്കും തരണമേ. നിത്യനായ യഹോവയെ ലോകേ വൻകാട്ടിലൂടെ
എനിക്ക് എടുത്ത് പാടാൻ മേല, ഇവർക്ക് ആ പാട്ട് വലിയ തിട്ടോ ഇല്ല. എന്തായാലും വരി ഇങ്ങനെ സ്വർഗയപ്പം. അപ്പൊ ശ്രദ്ധിക്കുക, ജീവന്റെ അപ്പമായി സ്വർഗത്തിൽ നിറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. അപ്പൊ അതിന് നിഴലായിട്ടാണ് പിതാക്കന്മാര് മരുഭൂമിയിൽ മന്ന തിന്നത്. ഇന്ന് രാത്രി താഴോട്ട് പഠിച്ചു വരുമ്പോൾ ആ മന്ന തിന്ന എല്ലാവർക്കും രക്ഷപ്പെടാൻ ഒത്തില്ല. പക്ഷെ മന്ന നല്ലതായിരുന്നു. മന്നയ്ക്ക് ഒരു കുഴപ്പമില്ല, മന്ന നല്ലതാ. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. മന്നയുടെ ഒന്ന് രണ്ട് വിശേഷത. ഈ മന്ന ഒന്ന്, ഇത് യേശു ക്രിസ്തുവിന് നടല. രണ്ട്, ഇത് ദൈവത്തിന്റെ വചനത്തിന് നടല. അപ്പോൾ ക്രിസ്തുവേശുവിനും ദൈവത്തിന്റെ വചനത്തിന് നടലാണ് മന്ന. കാരണം ഒന്ന്, ആ 32-ാമത്തെ വാക്യം വായിച്ചേ. 32. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവത്രേ. അപ്പോൾ ഈ മന്നായിയുടെ ഒരു വിശേഷത ഒന്ന്, ഇത് സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പമാണ്. ഇത് യേശു ക്രിസ്തുവിന്റെ നടല. ഒന്ന്, ഇത് സ്വർഗത്തിൽ നിന്ന് വന്ന. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയരെ, അത് സ്വർഗത്തിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഈ മന്ന യേശു ക്രിസ്തുവിൻ നടല. ഒന്ന്, ഇത് സ്വർഗത്തിൽ നിന്ന് വന്നതാ. അവൻ സ്വർഗമഹിമകളെ വെടിഞ്ഞ് ദൈവരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി സ്വർഗത്തിൽ നിറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ഓടിച്ചവസാനിപ്പിക്കുക. അപ്പൊ ഈ മന്ന യേശു ക്രിസ്തുവിന് നടല. ഒന്ന്, ഇത് മുകളിൽ നിന്ന് വന്നതാണ്. മുകളിൽ നിന്ന് വന്ന് ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. രണ്ട്, ഇതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത്, ഇത് വളരെ ചെറുതാണ്, കൊത്തമ്പാലിനി പോലെയാണ്. വളരെ ചെറുതാ എന്ന് പറഞ്ഞാൽ, വലിയവനായ ദൈവം എന്നെയും നിന്നെയും രക്ഷിപ്പാൻ നമുക്ക് വേണ്ടി ചെറുതായി. വലിയവനായ ദൈവം, ദൈവത്തെ പറ്റിയൊക്കെ നമുക്ക് വർണ്ണിക്കാൻ ഒക്കത്തില്ല, നമ്മൾ വർണ്ണിക്കാൻ ഒക്കുകയില്ല. ദൈവം സർവജ്ഞനായ ദൈവമാ, സർവശക്തനായ ദൈവമാ. സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം, സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദവന്ദിതപദാംബുജൻ, സകല ദുഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമാകാരന്മാരില്ലാതവൻ, മോദതും സർവാഗമ പൊരുളാഗമി പരാശക്തിക്ക് ഏലെന്നോരി പ്രിയമാ നാമം ഓദികത മൂലവസ്തുവ നാഥനുപദേശിച്ചതല്ലോ. മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകർഷിതമെന്നേ വേണ്ടു. ഗൂഢഗ്രഹനായി എങ്കിലും വർത്തിക്കലും കൂടസ്ഥൻ നിജാശയനാത്മാവെന്ന് രണ്ടും. ഒത്തിരി കാര്യങ്ങളുണ്ട് ദൈവത്തെ പറ്റി. നമസ്തേ ദേവദേവ നമസ്തേ വിശ്വവന്ധ്യ നമസ്തേ ദേവദേവ നമസ്തേ വിശ്വവന്ധ്യ നമസ്തേ നദജന ബാലന പാരായണ നമസ്തേ ഭക്തനേത്ര ഭാഷ്മാർജന. മോശയിന്നാമന് നീ പ്രവർത്തിക്ഷമമാക്കി സ്വേച്ഛയം കണിതയെ കൊണ്ട് നീ പറയിച്ചു ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായ ഒന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ. കാശിന് കൊള്ളാനുള്ള കരത്തിന്റെ ആടിയല്ലാൽ നാസറായൊരു ശിംശോൻ 1000 ബലിസ്തരെ കാശിനീ തന്നിൽ കൊന്ന് വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുഷകമെന്തെന്നുള്ളൂ. ഇതാ ദൈവം, ഈ കാണുന്ന അണ്ടകടാകത്തെ നിർമ്മിച്ച ദൈവം, സർവജ്ഞനായ ദൈവം. എന്ത് വേണ്ട നക്ഷത്രങ്ങളാ, കോടിക്കണക്കിന് നക്ഷത്രം വാരി വെതറി ഇട്ടിരിക്കുക. ഇനിയിപ്പം മുദ്ര പൊട്ടിക്കാത്ത കൂട്ടങ്ങൾ കിടക്കുക. മുദ്ര പൊട്ടിക്കാത്തത് പിന്നെ എവിടെയാലും തുമ്പോ തുരുമ്പോ കാണുമ്പോ ശാസ്ത്രജ്ഞന്മാരങ്ങളെ കണ്ടു. എന്താ കണ്ടു? എടാ, കോടിക്കണക്കിന് മുദ്രയിട്ടവിടെ മാറ്റി ഇട്ടിരിക്കുക. ഈ ഭൂമിയേക്കാൾ വലിപ്പമുള്ള എത്ര നക്ഷത്രം, അതിനെ വിഴുങ്ങാൻ പറ്റുന്ന വേറെ നക്ഷത്രം, അതിനെ വിഴുങ്ങുന്ന വേറെ. അതൊക്കെ അവര് പഠിച്ചവര് പറയട്ടെ. ഞാൻ എന്തിനാ വയ്യാത്ത പട്ടി കയ്യാല കയറുന്നെന്ന് പറഞ്ഞ പോലെ. എന്തായാലും കൊള്ളാം, ഈ കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഭ്രാന്തുണ്ടാകുമെന്ന എഴുത്തച്ഛനൊരു വരി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നക്ഷത്രപന്തികളും ഇന്ദുപ്രകാശവും
ഉയർന്ന അളവിൽ ഭക്ഷിക്കണം ഗരുഡനെ കണ്ട് കൈതൊഴുതു. നക്ഷത്ര പഞ്ചുകൾ, ഈ കാണുന്ന ഗാലക്സികൾ ഭയങ്കര കൂട്ടങ്ങളാണ്. ഇതിനെയൊക്കെ നിർമ്മിച്ച ദൈവം അണ്ടകടാകം, ബ്രഹ്മാണ്ടം, കോടിനാണ്ടം, പ്രകടിത ഘടകം എന്ന കാണുന്ന അണ്ടകടാകം നമുക്ക് ചിന്തിച്ചാൽ അസുഖമുണ്ടാകും. ഇങ്ങനെയുള്ള ഈ മഹാ അണ്ടകടാകത്തിൽ ഒരു ചെറിയ പൊട്ടുപോലാണ് ഭൂമി. മറ്റ് ഗോളത്തിൽ ചെന്ന് ഭൂമിയെ നോക്കിയാൽ ഒരു പൊട്ട് പോലെ. ആ പൊട്ടിനകത്ത് 4ൽ 3 ഭാഗവും വെള്ളം, ഒരു ഭാഗം കര. ആ കരയിൽ തന്നെ വലിയ വലിയ രാജ്യങ്ങൾ ഇങ്ങനെ കിടക്കുക. ചൈനയും അമേരിക്കയും, അത്ര അല്ലെങ്കിൽ ഇന്ത്യയൊക്കെ, വലിയ വലിയ രാജ്യങ്ങൾ, അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇങ്ങനെ കിടക്കുക. അതിനിടയ്ക്ക് ഒരു ചെറിയ പൊട്ട് പോലെ പലസ്തീൻ. ആ പൊട്ടിനകത്ത് ഒരു ചെറിയ പൊട്ട് പോലെ ഒരു ഗ്രാമം, ഒരു ചെറിയ ഗ്രാമം നസറേത്ത്. അതില് ഒരു ചെറിയ ഭവനം. ആ ഭവനത്തിലെ എന്റെ ഭാവനയാ ഒരു ചെറിയ പെൺകുട്ടി, ഒരു 5 അടി പൊക്കം, അല്ലെ 5.5 ആയിക്കോട്ടെ. ആ പെൺകുട്ടിയുടെ ഉദരം, ഒരു ചാൺ വയറെന്നൊക്കെ അല്ലയോ സാധാരണ ഒരു ന്യായമായ സംസാരം. ഇതിനകത്ത് ഗർഭപാത്രം. ആ ഗർഭപാത്രത്തിൽ ചെറുതായിട്ട് ഉരുവായവനാ നമ്മുടെ ദൈവം. ഈ കാണുന്ന ഈ ബ്രഹ്മാണ്ട കോടിനാണ്ടത്തെ നിർമ്മിച്ച വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ, എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കാൻ, എനിക്കും നിങ്ങൾക്ക് വേണ്ടി ജീവൻ തരുവാൻ അവിടുന്ന് ചെറുതായി 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 ഒരു കന്യകയുടെ ഉദരത്തിൽ ഇടയ്ക്ക് കയറി ഞാനൊരു കാര്യം പറയാം. ഇഷ്ടപ്പെടുകയല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഈ വലിയവനായ ദൈവം ഇത്രയും ചെറുതായെങ്കിൽ നമുക്കൊന്ന് ചെറുതായാൽ എന്നാ? ചിലർക്ക് സ്ഥാനവും മാനവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താ ചെറുതാകത്തില്ല. അവരുടെ ആ ഇരിപ്പും ഭാവവും കണ്ടാൽ എന്നോട് ചെല്ലു പറയും പ്രസിഡന്റാ. പിന്നെ നോക്കുമ്പോൾ പ്രസിഡന്റ് വടിക്കമ്പ് പോലെ കിടക്കുന്ന കാണാം. ഇതേ ഉള്ളു പ്രസിഡന്റ്. ഇത് ജനറലാ. കുറച്ച് നാൾ ചെന്നപ്പോൾ ജനറൽ അനങ്ങാതെ ഇതേ ഉള്ളു ജനറല്. മനസ്സിലായി കാണും. പണ്ടൊരാണ്ട് ജൂഡോയാണ്. അവസാനമായിട്ട് മൂക്കിക്കൂടെ ട്യൂബല്ലായിട്ട് കിടക്കും. ജൂഡോ ഇതേ ഉള്ളൂ. മിസ്റ്റർ കേരള അനങ്ങാൻ മേല. പണ്ട് ഞാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോഴ് സ്ഥല പേര് മറന്നുപോയി. യോഗമെല്ലാം നല്ല യോഗമാണ്. യോഗം കഴിഞ്ഞപ്പോൾ അവിടുത്തെ നടത്തിപ്പുകാരൻ ഉപദേശിച്ച് പറഞ്ഞു, ഇപ്പോൾ ഈ മഹായോഗം നമ്മുടെ കർത്താവിന്റെ വലിയൊരു ദാസൻ ആരോഗ്യസ്വാമി മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. അപ്പൊ കുറച്ചു നേരവും കഴിഞ്ഞിട്ട് ആരോഗ്യസ്വാമിയെ കാണുന്നില്ല. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഒരു വല്യപ്പനെ പിടിച്ചോണ്ട് 2 പേര് വന്നു. അപ്പൊ ഞാൻ എന്റെ അടുത്തിരുന്ന പുള്ളിയോട് ചോദിച്ചു, ഇതാരാന്ന് ചോദിച്ചു. അതാണ് ആരോഗ്യസ്വാമി. അപ്പൊ ആരോഗ്യസ്വാമി എഴുന്നേറ്റ് നിൽക്കണേ, 2 പേര് പിടിക്കണം. മനസ്സിലായി കാണും. നമ്മുടെ ഈ പവറും ഈ നിറവും ഈ പ്രസരിപ്പും എല്ലാം മാറും. അതുകൊണ്ട് നമ്മളൊന്ന് വിധേയപ്പെടുന്ന നല്ലതാ. ഒന്ന് വിധേയപ്പെടുന്നത് ഞാൻ എന്നെ പ്രതിയാക്കി പറയാം. ചിലരൊക്കെ ഈ ചില പ്രസംഗിക്കാനൊക്കെ ചാലും പാടാനും ഒക്കെ കഴിവും, ചില കൊട്ടാനും പാടാനും ഒക്കെ കഴിവായ എന്തോ ഒരു ഗമയാണെന്നറിയാം. അയ്യോ എന്റെ ദൈവമേ, നമ്മൾ കണ്ട അങ്ങ് അത് ഈ കുഞ്ഞുങ്ങളത് എന്ത് യോഗ്യമായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് പാടുന്ന ചില അവളുമാരുണ്ട്. തലയിലിടുകയല്ല, പിന്നെ അടവായിട്ടാണ്. ഇന്നലെ ഒരുത്തിയെ കണ്ടു. അവൾ ഇവിടുന്ന് എല്ലാം ഇട്ട് അങ്ങ് കായകിയ. മനസ്സിലാകുന്നുണ്ടോ? ഇല്ലേ? എന്തുവാ ഇച്ചിരി പ്രസംഗിക്കാൻ ചിലർക്ക് ദൈവം തരുന്നതല്ലേ. ചില വലിയ വലിയ പ്രസംഗക്കാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലയോ? ഞാൻ എന്നെയും പ്രതിയാക്കുക. അതിന് പറയുമ്പോൾ ഞാനും ക്രമപ്പെടണം. കൈ കൊടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് കൊടുക്കുന്നില്ല. കൈ മുറിഞ്ഞ് സ്റ്റിച്ചിട്ടത് കൊണ്ട് കൊടുക്കുന്നില്ല. ഞാൻ ഈ കൈക്കൊക്കെ കയറി കൊടുക്കുന്നു. അതെ, ചില കണ്ടിട്ടില്ലയോ? എന്തോ ഗമയാ ഇവർക്ക്. ഇവരുടെ ചിന്ത ഇതൊക്കെ കൈ കൊടുത്താൽ ഏതാണ്ടല്ല അങ്ങ് പൊഴിഞ്ഞു പോകുമെന്ന്. മിണ്ടാനും വലിയ ബുദ്ധിമുട്ടാണ്. ചില കാശും പുത്തനും ചുറ്റുപാടുള്ളവരോട് ചായ ആട്ട വേവിച്ചായ എല്ലാം അങ്ങ് വേവിക്കുക. സാധുവായ ഒരുത്തനെ കണ്ട എന്തുവാ ഇത്? നമുക്ക് യോജിക്കാൻ പറ്റുന്നത്. എന്നോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, കാശുകാരെല്ലാം മരിച്ചാൽ പോവോന്ന് ചോദിച്ചു. ഞാൻ മരണ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞ, എടാ വിവരദോഷി,
കാശുകാർ മാത്രമാണ്. എൻ്റെ അറിവിൽപ്പെട്ടാൽ അത് പണമെന്നോ പ്രതാപമെന്നോ ഒന്നും നോക്കുകയല്ല. അറിവിൽപ്പെട്ടാൽ ഞാൻ അവിടെ പോകും. ഉള്ള ഒരു തള്ളെ കാണാൻ ചെന്നപ്പോൾ ആരുമില്ല. ഞങ്ങൾ തന്നെ ഡെഡ് ബോഡി തന്നെ ഉള്ളു. നമ്മുടെ കുട്ടിയമ്മ അന്ന് 8 മരണ വീട്ടിലാണ് പോയത്. 8 സ്ഥലത്ത് പോയി ചെന്നപ്പോൾ അതുങ്ങൾ രാത്രിയിലൊക്കെ പാട്ട് പാടിച്ച് പല്ല് തേക്കാനെങ്ങാണ്ട് പോയ സമയത്ത് അതുങ്ങൾ കയറി ചെല്ലുന്നത്. ആരുമില്ല. ഞങ്ങൾ രണ്ടുകൂടി ഞങ്ങൾ പാട്ട് പാടി. അന്നേരം ശബ്ദം കേട്ടു. അയ്യോ ആണ്ട് പാസ്റ്റ് വന്നെന്നും പറഞ്ഞ് ഓടി വന്നു. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി പറയാനുണ്ട് കേട്ടോ, ഒത്തിരി പറയാനുണ്ട്. അല്ല, അവനത് പറഞ്ഞതിന് മറുപടി പറയും കൂടെ വേണ്ടായും. മക്കളില്ലാത്തൊരമ്മ മരിച്ചു. രാത്രി നമ്മൾ 2 മണിക്ക് അവിടെ ചെല്ലുന്നല്ലേ. കൺവെൻഷൻ കഴിഞ്ഞ് അറിഞ്ഞപ്പോൾ ചെന്നപ്പം വല്ലാതെയൊക്കെ മക്കളില്ലല്ലോ. അച്ചായന് വയ്യ. സഭക്കാരുമൊക്കെ ഉണ്ട്, പലരും ഒക്കെ ഇരിപ്പുണ്ട്, അയലത്തുകാരും ഒക്കെ ഉണ്ട്. ഞാൻ കുറച്ചു നേരം അവിടെ ഇങ്ങനെ കാലും കളിക്കുന്നു. ഞാനും ഇരിക്കുക.